ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത പ്രശ്നത്തിൻ്റെ തുടക്കം എങ്ങനെയാണ് നമ്മുടെ ആഭ്യന്തര രഹസ്യങ്ങൾ, രാഷ്ട്രത്തിൻ്റെ ആഭ്യന്തര രഹസ്യങ്ങൾ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഒരു വലിയ എപ്പിഡമിക്കിൻ്റെ പിടിയിലാണ് എന്ന് കരുതുമ്പോൾ എപ്പിഡമിക്കിൻ്റെ ഈ സാധ്യതകളെപ്പറ്റിയും വരും വരാഴികളെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് നടത്തുന്നതിനുള്ള സ്ഥിതിവിവര കണക്കുകൾ എങ്ങനെയാണ് മിച്ചിഗൻ യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു പോകുന്നത്, അതൊരു കാര്യമാണ്. അതുപോലെ ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലിരിക്കുന്നവർ എങ്ങനെയാണ് US കോൺസുലേറ്റുമായിട്ട് ചങ്ങാത്തം കൂടിയിട്ട് US കോൺസുലേറ്റിൻ്റെ പ്രോജക്റ്റ് അവരുടെ പ്രൈവറ്റൈസേഷൻ്റെയും ന്യൂ ലിബറലൈസത്തിൻ്റെ ആ താല്പര്യങ്ങളെയും ഈ ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻ്റെ താല്പര്യങ്ങളെയും ഇന്ത്യയിൽ എങ്ങനെ പ്ലാന്റ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചും, അങ്ങനെ പ്ലാന്റ് ചെയ്യണമെന്ന് താല്പര്യമുള്ള ഒരു വിഭാഗമാണ് ഇവിടെ പിണറായി വിജയൻ നയിക്കുന്ന വിഭാഗമെന്നുള്ള വിവരം അത് പ്രക്ഷേപിക്കുന്നതിന് വേണ്ടി US കോൺസുലേറ്റുമായിട്ടുള്ളൊരു ചർച്ചയിൽ പാർട്ടി സമ്മേളനം നടക്കുന്നതിന് മുമ്പ് പിണറായി വിജയൻ അത് പിടിച്ചെടുക്കാൻ പോവുകയാണെന്ന് ഒരു പ്രക്ഷേപണം നടത്തുന്നതിന് വേണ്ടി ഒരാൾ തയ്യാറാകുകയും അയാൾ പാർട്ടിയുടെ ഒരു പ്രധാനിയായിരിക്കുകയും അയാൾ പാർട്ടിയുടെ ഒരു TV ചാനലിൻ്റെ മേധാവിയായിരിക്കുകയും അതിനുശേഷം രാജ്യസഭാ മെമ്പറായി തീരുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇപ്പോൾ ഞാനീ പറഞ്ഞ ഈ ചാനൽ മേധാവിയെക്കുറിച്ച് എനിക്ക് യാതൊരു പരാതിയില്ല. ചാനൽ മേധാവിക്ക് മുമ്പ് നമ്മുടെ ഈ ഫിനാൻസ് മിനിസ്റ്ററായിരുന്ന അദ്ദേഹം ഇദ്ദേഹത്തെക്കാളും വളരെ ഗംഭീരമായിട്ട് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. അതായത് ഇപ്പോൾ ഈ ഡീസെൻട്രലൈസേഷൻ്റെ കാലം മുതൽ എങ്ങനെയാണ് ഗ്ലോബലൈസേഷൻ്റെ ഓരോ പ്രോജക്റ്റും വേൾഡ് ബാങ്കിൻ്റെ ഓരോ പ്രോജക്റ്റും ഇവിടെ കൊണ്ടുവരുന്നത്, എങ്ങനെയാണ് നമ്മളെ ഒരു ധനകാര്യ ദാരിദ്ര്യത്തിൻ്റെ പാതാളത്തിലേക്കും കടക്കണിയിലേക്കും കൊണ്ടുപോകുക എന്നുള്ളതിനെപ്പറ്റി വളരെ സൂക്ഷ്മതയോടെ ആലോചിച്ച് ആ പദ്ധതി വളരെ കൃത്യമായി നടപ്പിലാക്കുകയും അതുകൊണ്ട് അരിശം തീരാഞ്ഞിട്ട് പിന്നെ 94 തന്നെ 99 ഉണ്ടാക്കിക്കൊണ്ട് വന്ന കിഫ്ബി എന്ന് പറയുന്ന ഒരു പദ്ധതി റിവൈവ് ചെയ്തുകൊണ്ട് വന്ന് വീണ്ടും നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിന് കഴിയാത്ത കടം കൂടി എടുത്തുകൊണ്ട് കടം നമ്മുടെ മേലെ കെട്ടിവയ്ക്കുകയും ചെയ്യുന്നതാണ്. എങ്ങനെയാണത്? നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയൊരു ധനകാര്യ പണ്ഡിതൻ നമുക്കുണ്ടായി. അദ്ദേഹവും ഈ കാര്യങ്ങൾ ഈ US കോൺസുലേറ്റുമായിട്ടും US സുഹൃത്തുക്കളുമായിട്ടും അദ്ദേഹത്തിൻ്റെ US ഉറ്റ ചങ്ങാതിമാരുമായിട്ട് പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, നമ്മുടെ കൊറോണ വൈറസിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ, ഈ പ്രതിസന്ധിയിൽ ആരൊക്കെ ഇടപെടുന്നു, ആരാണ് ഇതിൻ്റെ ഗൈഡൻസ് എന്നുള്ളത് തീർച്ചയായിട്ടും പ്രധാനമാണ്. അതായത് ഇപ്പോൾ ഇന്ത്യയിലെ സാമ്പത്തിക നയം എന്തായിരിക്കണം, ഇന്ത്യയുടെ ന്യൂക്ലിയർ നയം എന്തായിരിക്കണം, ആ കാര്യം അത് പിണറായി വിജയൻ തീരുമാനിക്കുന്നു. പിണറായി വിജയൻ അത് ആരുടെ താല്പര്യപ്രകാരം തീരുമാനിക്കുന്നു, അങ്ങനെ ഒരു US താല്പര്യപ്രകാരം തീരുമാനിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം പിണറായി വിജയൻ അതിജീവിക്കുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് കേരളത്തിലെ മറ്റുള്ള എല്ലാ മുഖ്യമന്ത്രിമാരും ഇതിനെ എതിർക്കുമ്പോൾ ഇവിടുത്തെ GS അച്യുതാനന്ദൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി മാത്രം ഇതിനെ എതിർക്കുന്നു. ബംഗാളിലെ മുഖ്യമന്ത്രിയൊക്കെ ഇതിനെ സമൂലം അനുകൂലിക്കുകയായിരുന്നു എന്ന് 1988 ഇദ്ദേഹം പറയുകയാണ്. അതായത് പാർട്ടിക്കകത്ത് നിന്ന് കാര്യങ്ങൾ പുറത്തേക്ക് കൊടുക്കുന്നു എന്ന് പറയുന്ന ആൾ അത് പരസ്യമായിട്ട് സമ്മതിക്കുകയും അത് പ്രസിദ്ധപ്പെടുത്താൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒരാൾ. ഞാനിങ്ങനെ പാർട്ടിക്കുള്ളിലെ കാര്യങ്ങൾ പുറത്തേക്ക് പറയുകയാണ് എന്നുള്ള കാര്യം ലോകമറിയട്ടെ എന്നുള്ള രീതിയിൽ ലോകത്തെ അറിയിക്കാൻ കൂടി തയ്യാറാകുന്ന ഒരാൾ, അതാണ് അതിൻ്റെ ഒരു മെച്ചം എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ബംഗാളിൽ നിങ്ങൾ നോക്കൂ, വെസ്റ്റ് ബംഗാളിലെ ചീഫ് മിനിസ്റ്റർ അങ്ങനെ ചെയ്തു. വെസ്റ്റ് ബംഗാളിലെ ചീഫ് മിനിസ്റ്റർ അങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചീഫ് മിനിസ്റ്റർ അനുവദിച്ചു. ആഷിം ദാസ് ഗുപ്ത എന്ന് പറയുന്ന ഒരു ധനകാര്യമന്ത്രി എവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ പറഞ്ഞില്ലേ GSTയുടെ ഈ സമ്പ്രദായം പോലും അവിടെ US യൂണിവേഴ്സിറ്റികളിൽ ഇരുന്നു കൊണ്ട് അതിൻ്റെ അഭ്യാസങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. അദ്ദേഹമായിരുന്നു വെസ്റ്റ് ബംഗാളിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ. സ്വാഭാവികമായിട്ടും വെസ്റ്റ് ബംഗാൾ അതിന് വഴങ്ങിക്കൊടുത്തു.
അതിൻ്റെ ഫലം എന്താണ് എന്ന് നമ്മൾ ഇന്നത്തെ വെസ്റ്റ് ബംഗാളിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ഇന്ന് വെസ്റ്റ് ബംഗാളിൽ എത്ര സീറ്റാണ് കോൺഗ്രസുമായിട്ട് പങ്കുവെച്ച് വെസ്റ്റ് ബംഗാളിൽ പാർട്ടിക്ക് മത്സരിക്കാൻ കിട്ടുന്നത് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മാസ് ബേസ് ഇറ്റ് ഇസ് നോട്ട് എ മാസ് പാർട്ടി, ഒരു കേഡർ പാർട്ടി ആണെങ്കിൽ പോലും കേഡർ പാർട്ടി സപ്പോർട്ടഡ് ബൈ മാസ്, അതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. കേഡർ എന്ന് പറയുന്നത് ഒരിക്കലും ഈ പറയുന്നത് പോലെ ഈ അവരുടേതായ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയല്ല. അവർ ഒരു ഫൈറ്റിംഗ് ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് പ്രയത്നിക്കുന്നവരാണ്. അവർക്ക് പിന്തുണ എന്ന് പറയുന്നത് ജനങ്ങളാണ്. ആ തരത്തിൽ ജനകീയ അടിത്തറ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനകീയ അടിത്തറ ഉണ്ടായിരുന്ന ബംഗാളിൽ എന്തുകൊണ്ടാണിത് സംഭവിച്ചത് എന്നുകൂടി നമുക്ക് ജോൺ ബ്രിട്ടാസിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അതായത് ഇവിടെ ഒരു പ്രതിരോധം ഉണ്ടായി വരുന്നുണ്ട്. അതെങ്ങനെ പ്രതിരോധം ഉണ്ടായി വരുന്നതെന്നൊന്നും ഞാൻ കടക്കുന്നില്ല. അതിൽ പല ഘടകങ്ങളും ഉണ്ട്. എന്തായാലും അച്യുതാനന്ദൻ ഇതിന് ഒപ്പോസിറ്റായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ ബാധ്യസ്ഥനായൊരു സാഹചര്യമുണ്ട്. അത്രയും നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ അവിടെ ആ റെസിസ്റ്റൻസ് ഇല്ലായിരുന്നു. വെസ്റ്റ് ബംഗാളിൽ ആ റെസിസ്റ്റൻസ് ഇല്ലായിരുന്നു എന്ന് ഞാനല്ല പറയുന്നത്. അത് തോമസ് ഐസക്കിൻ്റെ ഏറ്റവും അടുത്ത ആളായ ജോൺ ബ്രിട്ടാസ് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നു അവിടെ ആ തരത്തിലുള്ള പ്രതിരോധങ്ങളില്ല. അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഈ പറഞ്ഞില്ലേ ആ ജനകീയ അടിത്തറ സമ്പൂർണ്ണമായി ശിഥിലമാകുകയും ഒരു പാർട്ടി ബ്രാഞ്ച് ഓഫീസ് തുറക്കാൻ ഉള്ള ഒരു താല്പര്യവും കഴിവും പ്രയോഗിക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ബംഗാളിലെ പ്രസ്ഥാനം ശിഥിലമായി പോവുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ കാരണം ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ സാമ്പത്തിക റിഫോംസുമായിട്ട് ഗ്ലോബലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതിനുവേണ്ടി വളരെ സൗഹൃദപൂർവ്വം വാതിൽ തുറന്നു കൊടുത്തു, പ്രതിരോധങ്ങളില്ലാതെ വാതിൽ തുറന്നു കൊടുത്തു. നമ്മൾ ഇനിയും അതിന് പൂർണ്ണമായിട്ട് വഴങ്ങിക്കൊടുത്തു എന്ന് പറയാൻ പാടില്ലെങ്കിലും നമ്മളതിന് പരസ്യമായി വഴങ്ങിക്കൊടുത്തില്ല എങ്കിൽ പോലും നമ്മൾ രഹസ്യമായി വഴങ്ങിക്കൊടുക്കുന്നവരാണ്. രഹസ്യമായി വഴങ്ങിക്കൊടുക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഒരു സ്പ്രിങ്ക്ലർ മുതൽ ഇങ്ങോട്ടുള്ള കേസുകൾ, ബെവറേജസിൻ്റെ പ്രശ്നം വരുമ്പോൾ ഉണ്ടാകുന്നൊരു പുതിയ സ്റ്റാർട്ടപ്പിനെ പറ്റിയുള്ള കേസ്, പിന്നെ അതിന് തുടർന്ന് ലൈഫ് മിഷൻ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിദേശ എംബസിയുടെ ഇടപെടലിനെ പറ്റി, ആ വിദേശ എംബസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്വർണ്ണക്കടത്തിനെ പറ്റിയുള്ള കേസ്, അത് കഴിഞ്ഞിട്ട് ആഴക്കടൽ എങ്ങനെ വിൽക്കാമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ആലോചനയെ പറ്റിയുള്ള കരാർ, ഇതൊക്കെ വളരെ രഹസ്യമായി ഗോപ്യമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അത് ബംഗാളിൽ പ്രതിരോധങ്ങളില്ലാത്തതുകൊണ്ട് അവർക്ക് പരസ്യമായിട്ട് ചെയ്യാൻ കഴിഞ്ഞു. പരസ്യമായിട്ട് ചീട്ട് കൊട്ടാരം പോലെ നമ്മൾ തകർന്നു വീണു. ഇവിടെ അത് രഹസ്യമായിട്ട് നടത്തിക്കൊണ്ടു പോവുകയും, അതായത് ഇപ്പോൾ നമുക്കറിയാം ഈ നിങ്ങൾ ജനകീയാസൂത്രണം എന്ന് വിളിക്കുന്ന പഞ്ചായത്ത് ലെവൽ ഡെവലപ്മെൻറ്റ് പ്ലാനിങ് തലവഴിയെ മുണ്ടുമിട്ടുകൊണ്ടാണ് കേരളത്തിലേക്ക് കടന്നു വന്നത്. നെതർലൻഡ്സിൽ നിന്ന് പഞ്ചായത്ത് ലെവൽ ഡെവലപ്മെൻറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത് മൾട്ടി ആനുവൽ മൾട്ടി റിസർച്ച് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു സാർവദേശീയ പദ്ധതിയുടെ ഒരു കഷണം എന്നുള്ള നിലയിൽ കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നത് ഗോപ്യമായിട്ടാണ്. അങ്ങനെ ഗോപ്യമായിട്ട് കടത്തിക്കൊണ്ടുവരുന്നതിന് കാശ് വാങ്ങിയിട്ടുണ്ട്. അതിന് 16 കോടി രൂപ FCRA വയലേറ്റ് ചെയ്ത് കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഈ ഗോപ്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക, രഹസ്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക, പിൻവാതിലിലൂടെ കാര്യങ്ങൾ ചെയ്യുക, എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള മട്ടിൽ അങ്ങനെ സംഭവിച്ചോ, അത് ഞാൻ കണ്ടില്ലല്ലോ, അത് ശിവശങ്കരനായിരിക്കും, അത് സ്വപ്നയായിരിക്കും, അല്ലെങ്കിൽ അത് പ്രശാന്തായിരിക്കും, ഈ രാജ്യം ഭരിക്കുന്നത് ഞാനല്ല, അത് സ്വപ്ന സുരേഷാണ് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി. ഇവിടെ ഈ സംഭവ വികാസങ്ങളൊക്കെ എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഞാനൊന്നും അറിഞ്ഞില്ല, എൻ്റെ ഓഫീസിനെ കേന്ദ്രീകരിച്ച് നടക്കുന്ന കാര്യങ്ങൾ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നൊരു മുഖ്യമന്ത്രി ഒന്നും അറിയാത്തവനാണ്, അറിഞ്ഞുകൂടാത്തവനാണ്, അറിയുവാൻ ശേഷിയില്ലാത്തവനാണ് എന്ന് ജനങ്ങളോട് പറയുമ്പോൾ, അങ്ങനെ അറിയാൻ ശേഷിയില്ലാത്തവൻ ആയിക്കോട്ടെ, അദ്ദേഹം നമ്മളെ ഭരിച്ചോട്ടെ, അദ്ദേഹം അറിയാതെ ഒരുപാട് കരാറുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ, നമ്മൾ വിൽക്കപ്പെട്ടുകൊണ്ടിരിക്കട്ടെ, നമ്മുടെ കടൽ വിൽക്കപ്പെട്ടുകൊണ്ടിരിക്കട്ടെ, നമ്മുടെ ലാൻഡ് എമ്മിന് എഴുതി കൊടുക്കട്ടെ, അതൊക്കെ നടക്കട്ടെ, അതിലൊന്നും ഒരു പരാതിയില്ല. പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനമാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത്. ഇതൊന്നും അറിയാൻ ശേഷിയില്ലാത്ത ഒരാൾ
ആരോഗ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വാങ്ങി എല്ലാ ദിവസവും ഒരു കണക്ക് അവതരിപ്പിക്കാൻ വേണ്ടി, അതായത് ആളുകൾ വളരെ സെൻറ്റിമെൻ്റലാകുകയാണ്, നമ്മളെന്തോ ഒരു ആപത്തിപ്പെട്ടിരിക്കുകയാണ്, അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കണം, അവിടെ കേന്ദ്രത്തിൽ നമുക്ക് പണം തരുന്നില്ല, നമ്മൾ വലിയൊരു ഭീകരമായ വിപത്തിൽപ്പെട്ടിരിക്കുകയാണ്, എങ്ങനെയാണ് നമ്മളെ ഒരു ഭീകരമായ വിപത്തിലേക്ക് ഈ ഒന്നും അറിഞ്ഞുകൂടാത്ത ഈ മുഖ്യമന്ത്രി നയിച്ചു കൊണ്ടുപോയത് എന്നുള്ളതിനെപ്പറ്റിയൊന്നും നമ്മളൊരു ചോദ്യം ചോദിക്കരുത്. ഇപ്പോൾ നമ്മൾ കൈ കഴിഞ്ഞ് സഹായിക്കുക, ആപത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയ വിമർശനമില്ല, വേറൊരു വിമർശനമില്ല, അങ്ങനെയുള്ള സംഗതികളൊന്നുമില്ല. എന്നാലും നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടെ കടന്നു പോകുമ്പോൾ കാണുന്ന വളരെ രസകരമായൊരു കാര്യമുണ്ട്. ഇപ്പോഴും എന്താണത്, എൻ്റെ ഗവൺമെൻറ്റിൻ്റെ മികവ് കണ്ടോ, അപ്പോൾ 2-ാം തീയതി കഴിയുമ്പോൾ കാണാമല്ലോ, അത് ആരാഹ്ലാദ പ്രകടനം നടത്തും, മറ്റൊരാഹ്ലാദപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞില്ലേ, ഇവരുടെ സൈബർ പട്ടാളങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ജനങ്ങൾ എന്തുമാത്രം പരിഭ്രാന്തരാണ് എന്നുള്ളതിനെപ്പറ്റി എന്തെങ്കിലും ഒരു പരിഗണന ഇവർക്കുണ്ടോ? കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് കൊല്ലത്ത് പട്ടത്താനത്ത് നിന്ന് ഇറങ്ങി കോളേജ് ജംഗ്ഷൻ കഴിഞ്ഞ് ചിന്നക്കട വരെ പോകുന്നതിനിടയ്ക്ക് ഞാൻ നടന്നു പോവുകയാണെങ്കിൽ 10 സ്ഥലത്ത് എന്നെ തടഞ്ഞു നിർത്തി എങ്ങോട്ട് പോകുന്നു, എന്തിനു പോകുന്നു, നിങ്ങൾ ആരാണ്, എന്താണ്, ഞാനിപ്പോൾ പറഞ്ഞ ഇതും കൂടെ ആധാർ കാർഡ് കഴുത്തിൽ തൂക്കിയിട്ടിരുന്നാൽ പോലും എന്നെ ചോദ്യം ചെയ്ത് മാർഗതടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഐ ആം അണ്ടർ സ്ട്രിക്റ്റ് സർവൈലൻസ്. ഓരോ മനുഷ്യജീവിയെയും നോക്കാനായിട്ട് ഒരു വലിയ സമൂഹത്തെ നിങ്ങൾ റോഡിൽ നിർത്തിയിട്ടുണ്ട്. വെറുതെയല്ല നിർത്തിയിരിക്കുന്നത്, അവർക്കൊരു ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഹെൽമെറ്റ് പിടിക്കേണ്ട, നിങ്ങൾ പിടിക്കേണ്ടത് ജനങ്ങളെയാണ്. ജനങ്ങളെ എന്തെങ്കിലും തരത്തിലുള്ള വയലേഷൻ, നമ്മളൊരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രോട്ടോക്കോള് അത് മുഖ്യമന്ത്രിക്ക് മാത്രം വയലേറ്റ് ചെയ്യാവുന്നതാണ്, വേറെ ആരും വയലേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ മറ്റുള്ള ആരെങ്കിലും വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് 500 മുതൽ 1500 രൂപ വരെ ശിക്ഷ നൽകി, ഒരു പറഞ്ഞില്ലേ, ഈ പോലീസ് ഒരു ക്വാർട്ടേഴ്സിൽ നിന്ന് കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് ഒരു ദിവസത്തെ വരുമാനം വരുമ്പോൾ അതൊരു 57 ലക്ഷം രൂപ ഈ വയലേഷൻ എന്ന് പറഞ്ഞ കുറ്റം നടത്തിയവരിൽ നിന്ന് നമ്മൾ പിരിച്ചെടുത്തു എന്നൊരു പ്രഖ്യാപനം കൂടെ അവസാനം വരുന്നുണ്ട്. അത് ഏതാണ്ട് ഈ പറഞ്ഞില്ലേ അവസാനത്തെ കണക്കുകൾ വരുമ്പോൾ ആ കണക്കിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉൾപ്പെടുന്ന ഒരു കണക്കാണ് ഇത്, നമ്മുടെ ഈ വർത്തമാനകാല സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇപ്പോൾ പറഞ്ഞില്ലേ ഈ 2 തരത്തിലുള്ള ഇടപെടലുകളെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഒന്ന്, അവിടെ മിച്ചിഗൻ യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊടുത്തിട്ട് മിച്ചിഗൻ യൂണിവേഴ്സിറ്റി ഇവിടെ എത്ര പേർക്ക് രോഗം ഉണ്ടാകണമെന്നൊരു ടാർഗറ്റ് ഇടുകയാണ്. അപ്പോൾ അതനുസരിച്ച് ആ ടാർഗറ്റിൽ എത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. അതിന് കാരണം നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ടെസ്റ്റ് കിറ്റുകൾ നമുക്ക് നൽകുന്ന കമ്പനികളുമായിട്ട് അവരുടെ ഒരു പർച്ചേസിങ് കോൺട്രാക്റ്റ് നമുക്കുണ്ട്. അത് എത്രത്തോളം വാങ്ങിയിട്ടുണ്ട്, എത്രത്തോളം ചിലവഴിച്ചിട്ടുണ്ട്, മെയ് 2 മുമ്പ് എത്ര ചിലവഴിക്കണം, മെയ് 2 കഴിഞ്ഞ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ചിലവഴിക്കാൻ പറ്റും. എന്തായാലും മെയ് 2 ഒരു ഹിറ്റ് പോലെ നിൽക്കണം. എന്തെങ്കിലും അബദ്ധം പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ബിസിനസ് സ്മൂത്തായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഈ ടെസ്റ്റ് കിറ്റ് കച്ചവടം എന്ന് പറയുന്നൊരു കച്ചവടം കൊടുപ്പിരിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ടെസ്റ്റ് കിറ്റ് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ദിവസം എത്ര പേരെ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത്, ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞവരെല്ലാം രോഗികളായിട്ട് കൺഫേം, ഇതൊക്കെ ഇന്നലെ ഞാൻ ഇതായിട്ട് സംസാരിച്ചതാണ്. ഇതൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വേറെ ചില വസ്തുതകൾ കൂടിയുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ CDC എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സ്ഥാപനമാണ് WHO നിയന്ത്രിക്കുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞു, നമ്മൾ ഈ രോഗത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ കൽപ്പനകൾ സ്വീകരിക്കുന്നത് WHO നിന്നും CDC നിന്നുമാണ്. ഇത് രണ്ടും പറഞ്ഞില്ലേ, ജീവാത്മാവും പരമാത്മാവും പോലെ ആണ്. CDC സെൻറ്റർ ഫോർ ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ, സെൻറ്റേഴ്സ് ഫോർ ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ, അവിടെ FAD ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ വേറൊരു സ്ഥാപനമുണ്ട്, CDC ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നാണ് ഇവരുടെ മേധാവിത്വമാണ്. ലോകത്തിലെ ഈ കൊറോണ വ്യാപിക്കുമ്പോൾ ഈ കൊറോണയുടെ ചരട് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്?
ആ ചരടിരിക്കുന്നത് ഈ CDCയുടെ കയ്യിലാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ CDCയുടെ സാങ്ക്ടിറ്റി എന്താണ്, അല്ലെങ്കിൽ CDCക്ക് ഈ തരത്തിൽ കാര്യങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള അർഹത എന്താണ് എന്നുള്ളതാണ്. ഒരു വൈറസ് കണ്ടെത്തി, വൈറസിനെ ലോകമെങ്ങും വ്യാപിച്ചു. ഇപ്പം നമുക്കറിയാം ആഫ്രിക്കൻ വകഭേദമായിട്ടുള്ളൊരു വൈറസ് കേരളത്തിൽ വന്നിട്ടുണ്ട് എന്നുമുള്ള വളരെ ആധികാരികമായിട്ട് അഭിപ്രായം പറയുകയാണ്. പിന്നെ ഇവിടെ ന്യൂസിലൻഡുകാരനായിട്ടുള്ളത് വന്നിട്ടുണ്ട്, അതിനെപ്പറ്റി നമ്മൾ അഭിപ്രായം പറയുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 2 or 3 വകഭേദങ്ങൾ ഈ പല ജില്ലകളിലുമായിട്ട് വന്നിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ, എനിക്കറിഞ്ഞുകൂടാ, അയ്യപ്പനോട് ഉള്ളത് കൊണ്ടാണോന്ന് അറിഞ്ഞുകൂടാ, പത്തനംതിട്ട ജില്ലയിൽ പറഞ്ഞു, അയ്യപ്പൻ പറഞ്ഞു ഇവിടെ പഴയ വൈറസ് മതി, ഈ ഡബിൾ മ്യൂട്ടേഷൻ സംഭവിച്ചതൊന്നും ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇന്നലെ വരെയുള്ള റിപ്പോർട്ട്. പത്തനംതിട്ട ജില്ല ഒഴികെ ബാക്കിയുള്ള ജില്ലകളിലൊക്കെ ഇതിങ്ങനെ ഉണ്ടായി. ഇതിനകം തന്നെ നമ്മൾ പൂനെയിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ, ഈ വിവരങ്ങളൊക്കെ അങ്ങോട്ട് അറിയിച്ചു, അതിനെപ്പറ്റി വിവരം സംഭരിച്ചു. ദിവസവും കണക്കെടുക്കുമ്പോൾ ഇതെത്ര, ആഫ്രിക്കൻ എത്ര, ഡബിൾ മ്യൂട്ടേഷൻ എത്ര. എന്നിട്ട് ഇന്നലെ മുഖ്യമന്ത്രി പറയുകയാണ്, അതായത് നമുക്കറിയാം, ഇപ്പം നമുക്ക് ഈ ഏറ്റവും, ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും ഒടുവിലത്തെ ഒരു റെസല്യൂഷനല്ല, ഒരു പരിഹാരമല്ല. എന്നുവെച്ചാൽ നമ്മുടെ രോഗമെന്ന് പറയുന്നത് ഭയമാണ്, കൊറോണയല്ല. നമ്മൾ ഭയപരവശമായ ഒരു സമൂഹമാണ്. ആ ഒരു ഭയപരവശമായ രോഗത്തിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് പ്രത്യാശയാണ്. ആ അർത്ഥത്തിൽ കൊറോണ ഒരു പ്രത്യാശയായി തീരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ അനാവശ്യമായി കൊറോണ, ഇപ്പോൾ പറഞ്ഞില്ലേ, ഇതിൻ്റെ കൊറോണയുടെ വാക്സിൻ എടുത്ത ഒരു കുട്ടി, 2 ഡോസ് എടുത്ത ഒരു കുട്ടി മരിക്കുന്നു. ഇവിടെ കൊല്ലത്ത് ഒരു 2 ആഴ്ച മുമ്പ് കൊറോണയുടെ വാക്സിൻ എടുത്ത ഒരാൾ മരിക്കുന്നു. ഇതൊക്കെ മരിക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഇതൊക്കെ കൊറോണ കൊണ്ടുണ്ടായതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ അവശേഷിക്കുന്ന, നമുക്കിപ്പോൾ പ്രതിരോധിക്കേണ്ടത് ഒരു വൈറസിനെയുമല്ല, ഭയത്തിൻ്റെ വൈറസിനെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ആകെ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രോഗസ്ഥിരീകരണ പരിപാടിയുടെ ഭാഗമായി ഉണ്ടാകുന്ന ഭയം എന്ന വൈറസിനെയാണ് നമ്മൾ നേരിടേണ്ടത്. ജനങ്ങൾ ഭയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വാക്സിൻ കിട്ടും എന്ന് പറഞ്ഞ് മനസ്സമാധാനത്തോടെ ഇരിക്കാനുള്ള ആ ഒരു, പറഞ്ഞില്ലേ, സമചിത്തത നമ്മുടെ സമൂഹത്തിൽ കുറേശ്ശെ ചോർന്നു പോവുകയും വലിയ ഉന്തും തള്ളും ഉണ്ടാകുകയും തിരക്കുണ്ടാകുകയും നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ട ഒരു വെർച്വൽ ക്യൂ ഇവിടെയും വേണമെന്ന് പറയുകയും, നിങ്ങൾ ഇന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്താൽ മതി, രജിസ്റ്റർ ചെയ്താൽ എന്നാൽ നിങ്ങൾക്ക് ഒരു സ്ലോട്ട് അനുവദിക്കപ്പെടും, ഒരു സമയം അനുവദിക്കപ്പെടും. നമ്മൾ പണ്ട് ബിവറേജസ് കോർപ്പറേഷനിലുള്ള ഉണ്ടാക്കിയതുപോലെ തന്നെയാണ്. അവിടെ വന്ന് നിരന്ന് നിന്നാൽ നിങ്ങൾക്ക് വാക്സിൻ എടുത്തുകൊണ്ട് പോകാം. അങ്ങനെയുള്ള ഏറ്റവും ആധുനികമായ സംവിധാനങ്ങളുണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അങ്ങനെ നടപ്പിലാക്കിയാൽ നല്ലതാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ദി ഓൺലി റിലീഫ്. മനുഷ്യനെ പറഞ്ഞില്ലേ, മനുഷ്യനാകെ വല്ലാതിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു വേറൊരു ആരോഗ്യ പ്രവർത്തകയാണെന്ന് പറയുന്ന ഒരു ഡോക്ടർ മാത്രമായിരുന്നോ, അതോ ഇനി ഈ ഡോക്ടർ എന്ന നിലയിൽ ഈ തരത്തിൽ കോവിഡ് രോഗികളെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിയുക്തമായിട്ടുള്ള ഒരു വിഭാഗമാണ്. ഇപ്പോൾ ഇന്നലെ അദ്ദേഹം പറഞ്ഞു ഒരു ബ്രിഗേഡിനെ ഉണ്ടാക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. ബ്രിഗേഡിനെ, അതായത് ഈ ഭയത്ത് ഇല്ലാതാക്കാൻ ഒരു ബ്രിഗേഡിന് കഴിയുമോ? കഴിയില്ല. നമ്മളെ ബാധിച്ചിരിക്കുന്ന രോഗം ഭയമാണ്. ഭയത്തെ ഇല്ലാതാക്കാൻ ഒരു ബ്രിഗേഡിനും കഴിയില്ല. ഒരു ഭാഗത്ത് നിങ്ങൾ ഭയവ്യാപനം നടത്താൻ വേണ്ടി കുറേയധികം ആൾക്കാരെ നിയോഗിക്കുന്നു. അവർ പലരും ഈ പറഞ്ഞതുപോലെ ഈ മുഖവും മുഞ്ഞിയും ഒക്കെ മൂടിക്കെട്ടി ഒരു കൂടിനുള്ളിൽ കയറി അവരുടെ പകലുകളിലെ 3/4 പക്കം കഴിയുമ്പോൾ സ്വാഭാവികമായും അവർ രോഗികളായിട്ട് മാറും. രോഗികളായിട്ട് മാറുന്നത് ഇവർ ഈ കൂട്ടിനുള്ളിൽ കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഈ പറഞ്ഞില്ലേ, പകൽ സമയം മുഴുവനും ഇങ്ങനെ വീട് വിടാൻ തരം ഈ തരത്തിൽ ഇങ്ങനെ ഇതും ധരിച്ചുകൊണ്ട് നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എത്ര ദിവസം നിൽക്കും? 67 ആരോഗ്യ പ്രവർത്തകർക്ക് ഈ രോഗമുണ്ടായി, ഇൻഫെക്ഷൻ ഉണ്ടായി, അല്ലെങ്കിൽ അവർ പോസിറ്റീവായി കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു പറഞ്ഞില്ലേ ഏതെങ്കിലും തരത്തിലുള്ള രോഗം എന്തെങ്കിലും ഉണ്ടാകാതിരിക്കില്ല. ഈ തരത്തിൽ അതായത് നമ്മുടെ ശരീരം പലപ്പോഴും നമ്മൾ എക്സ്പോസ് ചെയ്യാറുണ്ട്, തുറന്നിടാറുണ്ട്, വസ്ത്രം ധരിക്കേണ്ട സമയത്ത് വസ്ത്രം ധരിക്കാറുണ്ട്.
പക്ഷേ അതിനും അപ്പുറം നമ്മൾ എപ്പോഴും വായും ശരീരത്തിൻ്റെ സമസ്ത അവയവങ്ങളും മൂടിക്കെട്ടി ഒന്നിനുള്ളിൽ നിന്നുകൊണ്ട് കൈയുറയും ഇട്ടുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് സ്പർശിക്കാതെ വായുവിനെ സ്പർശിക്കാതെ ഇങ്ങനെ ഒരു പ്രത്യേക ഇതിൽ നമ്മൾ ആസ്ട്രോനട്സിനെ പോലെ ജീവിക്കുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള ആരോഗ്യ പ്രവർത്തകർ അവരുടെ ആരോഗ്യത്തെ ഇപ്പോഴും ഇതൊക്കെ വളരെ കാര്യമായിട്ട് ബാധിക്കുന്നില്ല എങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ അവരുടെ ആരോഗ്യത്തെ ഈ അതിക്രമം കാര്യമായിട്ട് ബാധിക്കും. മിയർ മാസ്ക് ആയാൽ പോലും ബാധിക്കും. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആളുകളെ ഭയപ്പെടുത്താൻ വേണ്ടി ഇവരെയാണ് ഉപയോഗിക്കുന്നത്. ഇവർ സാധുക്കളാണ്, പാവപ്പെട്ട മനുഷ്യരാണ്. അവർ ഇതൊരു സർവീസാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ നടക്കുന്നത് ഒരു വലിയ ജനദ്രോഹമാണ് എന്ന് തിരിച്ചറിയാതെ ഇതൊരു സർവീസാണെന്നുള്ള തരത്തിൽ അവരവരുടെ ജീവൻ പോലും ബലികഴിക്കാൻ തയ്യാറായിട്ട് അവർ മുന്നോട്ട് വരികയാണ്. അതിന് പുറമെ ഒരു ബ്രിഗേഡിനെയും കൂടെ ഉണ്ടാക്കുകയാണ്. അതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്, അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത്തരം ചില പ്രക്രിയകൾ, അതായത് ഫാസ്റ്റ് സ്പ്രെഡിങ് കൊറോണ എന്ന് പറയുന്ന ഏറ്റവും ഒടുവിലത്തെ തീസിസിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, കമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റ് രാജ്യങ്ങളുണ്ട്, പാശ്ചാത്യ രാജ്യങ്ങളുണ്ട്. ഞാൻ ഇന്നലെയും CDC റിപ്പോർട്ട് എടുത്ത് നോക്കി. ഇപ്പോൾ ഡെത്ത്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾ ഡെത്ത്സ് എന്ന് പറയുന്നത് ഒരാഴ്ചത്തെ 10,018 CDC കണക്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡെത്ത്സ് ഇൻവോൾവിങ് കൊറോണ എന്നൊരു കണക്കേ അവർക്കുള്ളൂ. അല്ലാതെ അതിനവർ കൊറോണ ഡെത്ത് എന്ന് വിളിക്കും. ഡെത്ത്സ് ഇൻവോൾവ് വിത്ത് കൊറോണ, അതിൽ കൊറോണയുടെ ഇൻവോൾവ് ഉണ്ട് എന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള ഡെത്ത് 568 ഒരാഴ്ചയ്ക്കുള്ളിൽ 568. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ നോക്കുകയാണെങ്കിൽ അതിങ്ങനെ കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ അവസ്ഥയാണ്. ഇംഗ്ലണ്ടിലാണെങ്കിൽ അത് വളരെ കുറഞ്ഞിട്ട് ഇന്നലെ മരിച്ചത് എത്ര, 6 പേരോ മറ്റേ ഇത് പിടിച്ചു മരിച്ചു എന്ന് ഉള്ള തരത്തിൽ, അല്ലെങ്കിൽ കൊറോണ വിക്റ്റിം എന്നുള്ള തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. 6 പേരോ മറ്റേ ഉള്ളൂ. നമ്മുടെ സംസ്ഥാനത്ത് മാത്രം ഇന്നലെ 32 പേര് മരിച്ചു എന്ന് അവകാശപ്പെടുമ്പോൾ, അവർക്ക് വേറെ രോഗങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കും മരിച്ചത്, അവകാശപ്പെടുമ്പോൾ ഇംഗ്ലണ്ട് പോലും അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളത് മനസ്സിലാക്കണം, ഈ സാർവദേശീയ തലത്തിൽ ഇവർ ഫ്ലോട്ട് ചെയ്ത കൊറോണ വൈറസിനെ കുറിച്ചുള്ള ഭയത്തെ നമ്മുടെ ഒരു ഏഷ്യൻ രാജ്യം കേരളം എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്? എത്ര ഭയഭക്തി ബഹുമാനങ്ങളോടെയാണ് നമ്മൾ ആളുകളെയൊക്കെ നിരത്തിലിറക്കാതെ ആളുകളെ വീട്ടിനുള്ളിൽ ഇരുത്തി തടവിലാക്കി അവരുടെ എല്ലാതരം സ്വാതന്ത്ര്യങ്ങളെയും ഇല്ലാതാക്കുന്നത്. അതേസമയം ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ചില വിവരങ്ങൾ തരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ കാര്യം എടുക്കുക. ആദ്യം നമ്മൾ ഈ ആദ്യത്തെ ഘട്ടത്തിൽ ഇംഗ്ലണ്ട് എന്നൊക്കെ ആളുകൾ ഇങ്ങനെ വരാൻ വെമ്പിക്കൊണ്ടിരിക്കുകയാണ്, ഇംഗ്ലണ്ടിൽ അവിടെ ഇങ്ങനെ കൊറോണ ഡെത്ത്സ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണെന്നുള്ള വാർത്തകളൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ അവിടെ അവരൊരു സർവേ നടത്തുമ്പോഴത്തേക്ക് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ കൊറോണ എന്ന് പറയുന്നത് 5 പേരെ നിങ്ങൾ കണ്ട് ചോദിക്കുമ്പോൾ അതിൽ ഒരാൾ, അതായത് ഇപ്പോൾ ഇംഗ്ലണ്ടിൽ 5-ൽ ഒരാൾ പൂർണ്ണമായും വിശ്വസിക്കുന്നത് ഈ കൊറോണ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹോക്സ്, അതൊരു തട്ടിപ്പാണ് എന്നാണ് 5-ൽ ഒരാൾ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ട് ഇംഗ്ലണ്ടിന് അല്ലെങ്കിൽ ബ്രിട്ടന് വളരെ വേഗം ഇതിനെ മറികടക്കാൻ കഴിഞ്ഞു എന്ന് പറയും? ഇത് വളരെ നേരത്തെയുള്ള റിപ്പോർട്ടാണ്, 5-ൽ ഒരാളെന്ന് പറയുമ്പോൾ. അപ്പോൾ ആ തരത്തിലുള്ളൊരു കോൺഫിഡൻസ്, അതായത് ഈ ഭരണകേന്ദ്രത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഈ വെള്ളം തൊടാതെ വിഴുങ്ങണം എന്നുള്ളൊരു നിലപാട് അവിടുത്തെ ജനങ്ങൾക്കില്ല. അവർ കുറച്ചുകൂടെ ഇൻഡിപെൻഡൻ്റാണ്. ഒന്നുമല്ലെങ്കിൽ ഒരു കാലത്ത് ലോകമൊക്കെ അടക്കി ഭരിച്ചിരുന്ന ആൾക്കാരായിരുന്നതുകൊണ്ട് ആ തരത്തിൽ ഈ പറഞ്ഞില്ലേ, ഇപ്പോൾ എലിസബത്ത് രാജ്ഞി ഇറങ്ങി വന്ന് പറഞ്ഞാലും അവർ അങ്ങനെ സമ്മതിച്ചു കൊടുക്കുകയില്ല. അപ്പോൾ 5-ൽ 3 പേരും ഈ കോസ് ഓഫ് വൈറസിനെ പറ്റി ഭിന്നാഭിപ്രായങ്ങളിലാണ്. ഗവൺമെൻറ് പറയുന്ന അഭിപ്രായത്തോട് യോജിക്കാത്തവരാണ്. നിങ്ങൾ 5 പേരെ കാണുമ്പോൾ 5-ൽ 3 പേരും
ഗവൺമെൻറ് നിലപാടിനെ അംഗീകരിക്കുന്നില്ല. അതുമല്ല, ഈ ഗവൺമെൻറ് നൽകുന്ന കണക്കുകളെ പറ്റി അവർ പറഞ്ഞ് ഡിസ്കൺസേർട്ടിംഗ്ലി ഹൈ നമ്പർ ഓഫ് അഡൽട്സ്, നമ്മളെ വല്ലാത്ത തരത്തിൽ ഈ അമ്പരപ്പിക്കുന്ന തരത്തിൽ ഒരു വലിയ കൂട്ടം ആൾക്കാർക്ക് ഇവരുടെ ഈ കൊറോണ എന്ന് പറയുന്ന രോഗവുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയത്തോടും യാതൊരു യോജിപ്പുമില്ല. ഇത് ഇംഗ്ലണ്ടിലെ കഥയാണ്. അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യാം എന്നവർ സമ്മതിക്കുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ അവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം ഇതാണ്. ഇത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു. അതായത് ഒരു ജനത, ഒരു ഗവൺമെൻറ് ഒരു കാര്യം ജനങ്ങളുടെ മുന്നിൽ ഉന്നയിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുപോലെ ഗ്ലോബലൈസേഷൻ്റെ ഒരു കാലഘട്ടത്തിൽ ഇത് വൈഡ് സ്പ്രെഡായിട്ട് ലോകമാസകലം വരുമ്പോൾ ഇത് ഇംഗ്ലണ്ടിലും വരുന്നു. ഇപ്പോൾ ഇംഗ്ലണ്ടിലായിരുന്ന 3 മലയാളികൾ മരിച്ചു, കോവിഡ് പിടിച്ചാണ് മരിച്ചത് എന്ന് പറഞ്ഞുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നു. ഇപ്പോഴും ഇംഗ്ലണ്ടിലുള്ള മലയാളികൾ മരിക്കുന്നുണ്ട്. അന്ന് മരിച്ചതിനേക്കാളും കൂടുതൽ ആളുകൾ മരിക്കുന്നുണ്ട്. പക്ഷേ അവരൊക്കെ കോവിഡ് പിടിച്ചാണ് മരിച്ചതെന്ന് ഇപ്പോൾ ആരും പറയുന്നില്ല. അതൊരു വ്യത്യാസമാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വി ആർ ഒബ്സസ്ഡ് വിത്ത് കോവിഡ്. അതാണ് നമ്മുടെ കുഴപ്പം. എവിടെ എങ്ങനെയായാലും ഇപ്പോൾ പറയില്ല, ഇന്ന് തന്നെ ഒരു ഗർഭിണി മരിച്ചതായിട്ട്, ഗർഭിണിയായിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ഒരു ഡോക്ടറാണ് എന്നാണ് പത്രത്തിൽ കാണുന്നത്. അവർ മരിച്ചതായിട്ടുള്ളൊരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് അവരൊരു കുഞ്ഞ്, അതായത് ഗർഭസംബന്ധമായിട്ടുള്ള ഒരു ഗൈന കേസാണ്. അവിടെ വന്ന് അവർക്ക് കുഞ്ഞിനെ കിട്ടിയില്ല. കുഞ്ഞിനെ കിട്ടിയതിന് ശേഷം അവർ ആശുപത്രിയിൽ കിടന്നു. ആൻഡ് ഷി വാസ് കോവിഡ് നെഗറ്റീവ്. അവർ കോവിഡ് നെഗറ്റീവാണ്. കോവിഡ് നെഗറ്റീവ് ആയതിനു ശേഷം അവർ മരിച്ചു. കോവിഡ് നെഗറ്റീവ് ആയതിനു ശേഷം അവർ മരിച്ചതെങ്കിൽ ഒരു പക്ഷേ പ്രസവ സംബന്ധമായിട്ട് ഉണ്ടാകുന്ന, സാധാരണഗതിയിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു റിസ്കിൻ്റെ എലിമെൻ്റ് ഉണ്ട്, അതുകൊണ്ട് മരിച്ചതാകാം. അതുമല്ല എങ്കിൽ ഒരു കോവിഡ് മുൻവിധിയോടെ ആവശ്യമില്ലാത്ത എന്തെങ്കിലും തരത്തിൽ മെഡിക്കേഷൻ കൊടുത്തത് കൊണ്ടുമാകാം. എനിവേ ഷി വാസ് കോവിഡ് നെഗറ്റീവ്, ബട്ട് ഇറ്റ് ഈസ് ബ്രാൻഡഡ് ആസ് എ കോവിഡ് ഡെത്ത്. അതാണ് അതിൽ ഏറ്റവും തമാശ എന്ന് പറയുന്നത്. കോവിഡ് പിടിച്ച് മറ്റൊരു ഹെൽത്ത് കെയർ വർക്കർ കൂടി മരിച്ചു എന്നാണ് പല പത്രങ്ങളും പറയുന്നത്. അപ്പോൾ കോവിഡ് നെഗറ്റീവ് ആയാലും കോവിഡ് പോസിറ്റീവ് ആയാലും, അതായത് അവർ കോവിഡ് നെഗറ്റീവ് ആയതിനു ശേഷം അവർ ആശുപത്രിയിലായിരുന്നു, ചികിത്സയിലായിരുന്നു. അപ്പോൾ കോവിഡ് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾ മരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ മരണം കോവിഡ് തന്നെ. ഇത് ആരുടെ നിർദ്ദേശമാണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിർദ്ദേശമാണ്. ഏറ്റവും വലിയ ആളാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ നമ്മൾ എന്തുമാത്രം അനുസരിക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തൊരു കാര്യം, നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഈ പറഞ്ഞില്ലേ, ഈ കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന് പിന്നെ പ്രയാസമൊന്നുമില്ല. അദ്ദേഹം ഒരു 10-20 ഉപദേശകർ, അവരെ കൂടാതെ ഡോക്ടർ ഇക്ബാലിനെ പോലെ അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം ഞാൻ മാതൃഭൂമി വാരികയിൽ വായിച്ചു. ഒരു ഏക ലോകത്തെ പറ്റിയാണ് അദ്ദേഹം വിഭാവന ചെയ്യുന്നത്. അതായത് മൃഗങ്ങൾക്കും മനുഷ്യർക്കും എല്ലാം ഒരേപോലെ പ്രയോജനപ്പെടുത്തുന്ന വൈദ്യശാസ്ത്രപരമായ ഒരു ഏകലോക സംവിധാനം കോവിദാനന്തര കാലത്തുണ്ടാകും എന്നെഴുതാൻ വേണ്ടി അദ്ദേഹം എന്ത് സ്ഥലമാണ് ദുരുപയോഗപ്പെടുത്തുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ അറിയാമല്ലോ, കേരളത്തിൻ്റെ ഈ പറഞ്ഞില്ലേ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ട് എറണാകുളം അദ്ദേഹത്തിനെതിരെ ഒരു വിധി പ്രസ്താവിച്ചിട്ടുണ്ട്. ആത്മാഭിമാനമുള്ള ആളാണെങ്കിൽ പിന്നീട് ഒരു ആരോഗ്യ പ്രവർത്തനം എന്ന് വെച്ചാൽ വിദേശത്തുനിന്ന് പണം പറ്റിക്കൊണ്ട് ഹി വാസ് ഹയേർഡ് ബൈ മക്കാർദർ ഫൗണ്ടേഷൻ. യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തെ മക്കാർദർ ഫൗണ്ടേഷൻ ഹയർ ചെയ്തു. എന്തിനു വേണ്ടിയാണ്? കേരളത്തിലെ ആരോഗ്യരംഗത്തെപ്പറ്റി പഠിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര കോടി രൂപ തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അത് സിൻഡിക്കേറ്റിൽ വെച്ചില്ല. സിൻഡിക്കേറ്റിൻ്റെ അനുമതി കിട്ടിയിട്ടില്ല. അപ്പോൾ അവസാനം പുറത്തുനിന്ന് അറിഞ്ഞ് സിൻഡിക്കേറ്റ് വന്നപ്പോഴത്തേക്ക് സിൻഡിക്കേറ്റിൽ അത് പാടില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ അങ്ങനെ ഒരു കേസിൻ്റെ പേരിൽ ഹൈക്കോടതിയിൽ റിപ്രിമാൻഡ് ചെയ്യപ്പെട്ട ഒരാളാണ് അദ്ദേഹം. വൈസ് ചാൻസലർ ആയിരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അസോസിയേഷൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഈ അദ്ദേഹത്തെ വിളിച്ചു കൂട്ടിയൊരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച് ചെല്ലുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു പദ്ധതിയെക്കുറിച്ച് അടുത്തായിട്ട് വരുന്ന വിഷൻ എത്ര 2006 എന്നോ 5 എന്നോ പറഞ്ഞ് ഒരു പ്രബന്ധം അവതരിപ്പിക്കുകയാണ്. പ്രബന്ധം അവതരിപ്പിച്ചപ്പോഴത്തേക്ക് ഈ പറഞ്ഞ യൂണിയൻ്റെ ആൾ ചോദിച്ച്, അല്ല സാറ് നേരത്തെ അവതരിപ്പിച്ച ഇങ്ങനെയല്ലായിരുന്നല്ലോ, വേറെ തരത്തിലായിരുന്നല്ലോ, ഇപ്പോൾ ഇത് വേറെ അല്ല, ഇത് അമേരിക്കയിലേക്കാനുള്ളതാണ്, മറ്റത് ഇവിടത്തേക്കുള്ളതാണ്. അതായത് ഇവിടത്തേക്കൊരു റിപ്പോർട്ടുണ്ട്, അമേരിക്കയിലേക്ക് വേറൊരു റിപ്പോർട്ടുമുണ്ട്. അപ്പോൾ അമേരിക്കയിലേക്കുള്ള വേറെ റിപ്പോർട്ടെന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പരിഷ്കാരങ്ങളൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അമേരിക്കയിലേക്ക് അയക്കുന്ന റിപ്പോർട്ട്. പക്ഷേ ആ പരിഷ്കാരങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് പറയാൻ പറ്റില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ പൊതുവായിട്ട് നമ്മൾ അംഗീകരിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ പാരമ്പര്യത്തിനും വിദ്യാഭ്യാസ സമ്പ്രദായത്തിനും എതിരെയാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ നടത്തിയാൽ മതി, പക്ഷേ അവിടെ കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കണം, എന്നാലേ നമുക്ക് പണം കിട്ടൂ എന്ന് പറഞ്ഞ ഒരാളാണ് ഡോക്ടർ ഇക്ബാൽ. അദ്ദേഹത്തിൻ്റെ തീർച്ചയായിട്ടും കോടതി അദ്ദേഹത്തിൻ്റെ ഈ നടപടിക്രമങ്ങളെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇദ്ദേഹം വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെന്തോ ആയിട്ട് നിങ്ങളൊരു വിദേശ സർവകലാശാലയായിട്ട് പോയി നിങ്ങൾ ഉടമ്പടികളൊക്കെ ഉണ്ടായിക്കൊള്ളൂ, നിങ്ങൾ പണം വാങ്ങിക്കൊള്ളൂ, പക്ഷേ നിങ്ങളുടെ വൈസ് ചാൻസലർ എന്നുള്ള നിലയിൽ നിങ്ങൾ യുവർ ദി ഹെഡ് ഓഫ് എ കമ്മിറ്റി. ആ കമ്മിറ്റി അറിയണം നിങ്ങളിങ്ങനെ വാടകയ്ക്ക് എടുക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളത്. അങ്ങനെ ഒരു അമേരിക്കൻ ഫൗണ്ടേഷൻ ഹയർ ചെയ്ത ഒരു വൈസ് ചാൻസലർ ആണ് ഡോക്ടർ ഇക്ബാൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല, അങ്ങനെ ചെയ്യാവുന്നത് നല്ല കാര്യമാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, അതിനുവേണ്ടി പണി ചെയ്തവരുണ്ട്, കാശ് വാങ്ങിയവരുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ പല യൂണിവേഴ്സിറ്റികളിലും സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലും ഇങ്ങനെയുള്ള പ്രോജക്ട്സ് ഏറ്റെടുത്ത് ഇവിടുന്ന് ഡാറ്റ, ഇപ്പോൾ പറയില്ലേ നോളജ് എക്കോണമി എന്നൊക്കെ പറയുന്നല്ലോ, ഡാറ്റ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ മണി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ തരത്തിൽ ഡാറ്റ കളക്ട് ചെയ്ത് അങ്ങോട്ട് അയക്കുന്ന ഒരു ഏർപ്പാടിലൂടെ ധനസമ്പാദനം നടത്തുന്ന പണ്ഡിതന്മാരും വിദഗ്ധന്മാരും നമുക്കുണ്ട്. അവരെ ആരെയും ഞാൻ കുറ്റപ്പെടുത്തുകയില്ല, ഞാനിത് വളരെ ഫാക്ച്വലായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ഇവർ ചെയ്യുന്ന ഒരുപക്ഷെ നമ്മളെ സമൂഹത്തെ ഗുണപ്പെടുത്താൻ വേണ്ടി ആയിരിക്കും. പുറത്തുനിന്ന് പണം കിട്ടിയാൽ പോലും നമ്മളിപ്പോൾ ഇവിടെ നടത്തുന്ന പദ്ധതികളെ ഒളിച്ചുകൊണ്ട് നമ്മൾ വേറൊന്നാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് യുഎസിനെ ധരിപ്പിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് കുറേ ഗ്രാൻറ്റ് കിട്ടിയെന്നിരിക്കും, അദ്ദേഹത്തിന് പണം കിട്ടുന്നതിന് പുറമെ യൂണിവേഴ്സിറ്റിക്ക് കുറേ ഗ്രാൻറ്റ് കിട്ടിയെന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ ഒന്നും കുറ്റം പറയല്ല, അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് എന്ന് കരുതുന്നവർക്ക് അത് ചെയ്യാം. ഞാനിവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്, നിങ്ങൾ ഇപ്പോൾ ഇവിടെ പ്രതിധ്വനിക്കുന്നത് കൊറോണയെപ്പറ്റി നിങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന ഓരോ ശബ്ദവും CDCയുടേതാണ്. അപ്പോൾ ഇതിനിടയ്ക്കുണ്ടായ 2 ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്, കൊറോണ വന്നതിന് ശേഷം ഇപ്പോൾ എല്ലാത്തിലും അവിശ്വാസികൾ, ഇപ്പോൾ ലോകത്തെല്ലായിടത്തും ദൈവമുണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നവരാണ് നമ്മൾ കൂടുതൽ പേര്. പക്ഷേ ലോകത്ത് അങ്ങനെ ദൈവം എന്ന് പറയുന്നത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി സംശയമുള്ളവരും അത് ഇറലവൻ്റ് ആണെന്ന് കരുതുന്നവരും, അതല്ല ഉണ്ടെങ്കിൽ തന്നെ ആ ദൈവം ഇടപെടുന്ന രീതിക്കെതിരെ നമ്മൾ സാമൂഹ്യമായിട്ടുള്ള ചില പ്രതിരോധങ്ങൾ ഉണ്ടാക്കണമെന്ന് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അതുപോലെയുള്ള ഒരു വിശ്വാസമാണ് കൊറോണ ഉണ്ട് എന്ന് പറയുന്നത്. ഒരു അധികാരമുള്ള സ്ഥാനത്ത് നിന്ന് ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ, ഇത് ദൈവത്തിൻ്റെ വാക്യമാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമെന്ന് പറയുന്നത് പോലെ, ലോകത്തിൻ്റെ അധികാര കേന്ദ്രം, ഒരു പകർച്ചവ്യാധി ഉണ്ടാകുമ്പോൾ പാൻഡമിക്കിൻ്റെ അധികാര കേന്ദ്രം WHO എന്ന് പറയുന്നത് വെറുതെ ഒരു പടം മാത്രമാണ്. അതിനുള്ളിൽ ഇരിക്കുന്നത് CDC എന്ന് പറയുന്ന അമേരിക്കൻ സംഘടനയും FADയുടെ ആൾക്കാരും തന്നെയാണ്. സെൻറ്റേഴ്സ് ഫോർ ഡിസീസ് പ്രിവെൻഷൻ എന്ന് പറയുന്ന ആ സംഘടന തന്നെയാണ് CDC. അപ്പോൾ ആ CDCയുടെ ചില കൃത്യങ്ങളെ പറ്റിയുള്ള ചില വിമർശനങ്ങൾ അമേരിക്കയിൽ വന്നിട്ടുണ്ട്.
അവർ വയ്ക്കുന്ന കണക്കുകൾ ശരിയായ കണക്കുകളല്ല എന്നും ആ കണക്ക് വൈറ്റ് ഹൗസ് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെന്നും അത് പൊളിറ്റിക്സ് ആണെന്നും, അതായത് അമേരിക്കയിൽ അവർ കൊറോണ എങ്ങനെ ബാധിക്കുന്നു, അമേരിക്കയിലെ ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ബൈഡനും ട്രംപും തമ്മിലുള്ള തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ സന്ദർഭത്തിലാണ് ഇതിൻ്റെ തുടക്കം. ആ തുടക്കത്തിൽ ഇരുകൂട്ടരും കൊറോണയെ എങ്ങനെ അവർക്ക് അനുകൂലമായി പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചു എന്നതിൻ്റെ ഭാഗമായിട്ട് ഈ CDC ഈ തരത്തിൽ പൊളിറ്റിക്കലായിട്ട് ഉള്ളൊരു മാനിപ്പുലേഷൻ്റെ സ്ഥലമായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് അവിടെ വരുന്ന വിമർശനം. അപ്പം നമ്മളിവിടെ നിന്നുകൊണ്ട് പറഞ്ഞില്ലേ, ഇവിടുത്തെ പൊളിറ്റിക്കലായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോൾ ഏത് പാർട്ടിക്കാർക്കായാലും, അതായത് ഇപ്പോൾ നമുക്ക് CPM-നായാലും ഇപ്പോൾ കോൺഗ്രസിനായാലും BJPക്കായാലും നമുക്കും കിട്ടണം പണം എന്നതിൽ കവിഞ്ഞ് വേറെ യാതൊരു തർക്കവുമില്ല. നിങ്ങൾ വാങ്ങുമ്പോഴത്തേക്ക് നമുക്കുള്ളൊരു 5 വർഷം നിങ്ങൾ വാങ്ങി, ഇനി അടുത്ത വർഷം 5 വർഷം നമ്മൾ വാങ്ങട്ടെ, ആ തരത്തിലൊരു പങ്കുവെപ്പ്. അല്ലെങ്കിൽ ഇരു കൂട്ടരും ചേർന്നോ അല്ലെങ്കിൽ 3 കൂട്ടരും ചേർന്നൊരു മന്ത്രിസഭ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ നമ്മുടെ പല പഞ്ചായത്തുകളിലൊക്കെ നടത്തുന്നത് പോലെ ഒരു ധാരണയോടുകൂടി പണം പങ്കുവയ്ക്കുക. ആ കാര്യത്തിൽ മാത്രമേ ഇവിടെ തർക്കമുള്ളൂ, ഇവിടെ വേറെ തർക്കങ്ങളൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ അധികാര തർക്കം വന്നപ്പോഴത്തേക്ക് അവിടെ വരുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രത്യേക പീരീഡിൽ CDCയെ പ്രതിദിന കണക്കുകൾ ഇങ്ങനെ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിലെ വേറെ ചില സയൻറ്റിസ്റ്റിന് അതിന് ചുമതല ഏൽപ്പിച്ചു കൊടുത്തു. CDCയെ കുറിച്ച് കുറേയധികം കംപ്ലയിൻസ് ഉണ്ടായി. അപ്പോൾ CDC ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അവർ നിലപാടുകൾ മാറ്റുന്നവരാണ്. ആഗസ്റ്റ് 24 ഒന്ന് പറഞ്ഞു, സെപ്റ്റംബർ 20 വേറൊന്ന് പറഞ്ഞു, ഇപ്പോൾ മാർച്ച് 17 ആകുമ്പോൾ അതും അല്ലാത്തൊന്ന് പറയുന്നു. അസിംറ്റമാറ്റിക് ആയിട്ടുള്ളവർക്ക് ചികിത്സ വേണ്ട, സ്ക്രീനിങ് മതിയെന്ന് പറയുന്നു. ആ തരത്തിൽ നിലപാടുകൾ മാറ്റി പറയുന്നവരാണ്. ആ നിലപാട് മാറ്റത്തിൻ്റെ പ്രശ്നമല്ല ഇവിടെ പറയുന്നത്. അപ്പോൾ ഹാൻ എന്ന് പറയുന്ന ഡോക്ടർ സ്റ്റീഫൻ ഹാൻ, ഹെഡ് ഓഫ് ദി FAD, ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഇവിടുത്തെ IMAയുടെ ഒരു മാതൃകയിലുള്ള ഒരു സംഘടനയാണ് FAD എന്ന് പറയുന്നത്. അതിൻ്റെ തലവനായിട്ടുള്ള ഹാൻ made the pledge after a series of recent public missteps involving FDA and the Centers for Disease Control and Prevention. അതായത് FDAയും CDSും ഉൾപ്പെടുന്ന ചില മിസ്സ്റ്റെപ്സ്, തെറ്റായ കാൽവയ്പ്പുകൾ ഉണ്ടായതിന് ശേഷം അതിനെ പറയുന്നത് 2 of the federal agencies critical to the US കൊറോണ വൈറസ് റെസ്പോൺസ്. അപ്പോൾ അവർ രണ്ടുപേരും ചേർന്ന് നടത്തിയ പ്രവർത്തനത്തിൽ ചില തെറ്റായ കാൽവയ്പ്പുകൾ ഉണ്ടായതിന് ശേഷം അദ്ദേഹം പറയുന്നത് which have damaged their reputation at a time when they are needed the most. അവരുടെ സഹായം ഏറ്റവും ആവശ്യമായി വരുന്നൊരു കാലഘട്ടത്തിൽ അവരവരുടെ റെപ്യൂട്ടേഷൻ ഇല്ലാതാക്കത്തക്ക തരത്തിൽ വളരെ തരംതാണ രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തിയത്. ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ചുവട് പിടിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ് നമ്മളിവിടെ നമ്മുടെ സാമൂഹ്യ രക്ഷയ്ക്ക് ആധാരമായിട്ട് ഇവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ഇറ്റ്സ് എ പ്രാക്ടിക്കൽ ഇൻ്റർവെൻഷൻ ഫ്രം ദി വൈറ്റ് ഹൗസ്. വൈറ്റ് ഹൗസിൽ നിന്നുള്ള പ്രായോഗികമായ ഒരു ഇടപെടലാണ്. ആൻഡ് ഹീസ് ഓഫ് ദി ഒപ്പീനിയൻ ദാറ്റ് വാക്സിൻ വുഡ് നോട്ട് ബി പൊളിറ്റിസൈസ്ഡ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മളെവിടെ ഇരിക്കുന്നു എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ആ രോഗം വരുമ്പോൾ അതിൻ്റെ പിന്നിലും രാഷ്ട്രീയം പറയുകയാണോ എന്ന് നിങ്ങൾ നമ്മോട് ചോദിക്കും. പക്ഷേ നിങ്ങളുടെയൊക്കെ തലതൊട്ടപ്പൻ, നിങ്ങൾ ആരുടെയൊക്കെ പാതാരവിന്ദങ്ങളെയാണോ യാതൊരു മടിയും കൂടാതെ പ്രജ്ഞാരഹിതമായി പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്, അപ്രമാദിത്വത്തിൻ്റേതായ ആസ്ഥാനം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന CDCയുടെയും FADയുടെയും WHO കഥയാണ് പറയുന്നത്. അവരുടെ ഇൻകൺസിസ്റ്റൻസിയെക്കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞു.
ഇപ്പോൾ ആ ഇൻകൺസിസ്റ്റൻസിയെക്കാളും കടുത്ത ഒരു അപരാധമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. അത് പറയുന്ന അവസാനം അവർ പറയുന്നത് വാക്സിനെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഇൻസ്ട്രുമെൻ്റായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അതിൽ പിന്നെ വരുന്ന വേറൊന്ന്, CDCയുടെ ഒരു അഡ്മിഷനുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി ഒരു ജേണലിൽ, ഒരു പാശ്ചാത്യ ജേണലുകളാണ് ഇപ്പോൾ പ്രധാനമായിട്ടും വായിക്കുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിലെ ജേണലുകളും പത്രങ്ങളുമൊക്കെ വായിച്ച് അദ്ദേഹത്തിന് അറിയാം അവിടെ എന്താണ് വരാൻ പോകുന്നതെന്നറിയാം. അതുകൊണ്ട് ലാൻസെറ്റ് എന്ന് പറഞ്ഞ ആ ഒരു പത്രികയിൽ വന്ന ഒരു വാർത്ത വായിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് വലിയ ഉത്കണ്ഠയുണ്ട്. അതായത് ഇത് വായുവിൽ കൂടി പകരുമോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വലിയ ഉത്കണ്ഠയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പറയുന്നത് CDC സെറ്റ് ഇറ്റ് എറോണിയസ്ലി പോസ്റ്റഡ് ഗൈഡൻസ് ദറ്റ് സെറ്റ് കൊറോണ വൈറസ് സ്പ്രെഡ്സ് ത്രൂ എയർ. ഈ ശരിയായിട്ടുള്ള വില്ലൻ ഈ ലാൻസെറ്റ് ഒന്നും അല്ല. ഞാൻ ഈ നെറ്റിൽ കുറേയൊക്കെ തിരഞ്ഞതാണ്. ഈ CDCയോ WHO ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ നോക്കുമ്പോൾ കാണുന്നത് എന്താണ്, CDC തന്നെയാണ് വില്ലൻ. CDC ആണ് പറഞ്ഞത്. CDC സെറ്റ് ഇറ്റ് എറോണിയസ്ലി പോസ്റ്റഡ് ഗൈഡൻസ് ദാറ്റ് സെറ്റ് കൊറോണ വൈറസ് സ്പ്രെഡ്സ് ത്രൂ എയർ ആൻഡ് ട്രാവൽസ് ബിയോണ്ട് 6 feet. ഈ 6 feet എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ ഡിസ്റ്റൻസ്, അതൊക്കെ അളന്ന് മുറിച്ച് പറയുന്നതാണ്. കൊറോണ വൈറസിൻ്റെ ഒരു കോണ്ടാക്റ്റ് ഉണ്ടാകാതിരിക്കണമെങ്കിൽ 6 അടി. പണ്ട് നമ്മൾ ഈ പറഞ്ഞില്ലേ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മ, തീണ്ടലെന്ന് പറയുന്നതാണ്. ഇപ്പോൾ അധകൃതൻ വരുമ്പോഴത്തേക്ക് ഓരോ ജാതിയിൽപ്പെട്ടവൻ ഇത്ര അടി അകലെ നിൽക്കണം എന്ന് കൽപ്പിക്കുന്നത് പോലെ 6 അടി വളരെ കൃത്യമായിട്ട് അളന്ന് മനുഷ്യനും തമ്മിൽ ഉള്ള അകലം 6 അടി ആണെങ്കിൽ യാതൊരു കാരണവശാലും നിങ്ങൾ എന്തിനാ മൂക്കെ കെട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. 6 അടി സോഷ്യൽ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ മൂക്കെ കെട്ടേണ്ട കാര്യം എന്താ? 2 പേര് മുഖാമുഖം നിൽക്കുകയാണ് 6 അടി അകലെ. നിങ്ങൾ തുമ്മുകയോ ചീറ്റുകയോ എന്ത് ചെയ്തിരുന്നാലും ശരി 6 അടി അകലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പകരുകയില്ല എന്നുള്ളതാണ് സോഷ്യൽ ഡിസ്റ്റൻസിൻ്റെ തിയറി. ഇപ്പം അതിൻ്റെ കൂടെ ഒരു മാസ്ക് പോരാ, 2 മാസ്ക് പോരാ, അവർ തന്നെ തള്ളിക്കളഞ്ഞ N95 സർജിക്കൽ മാസ്കും എടുത്ത് ഉപയോഗിക്കണം എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത്. ഇവർ തന്നെ, ഈ WHO തന്നെ തള്ളിക്കളഞ്ഞു. നോൺ മെഡിക്കൽ പേഴ്സൺസ് ഷുഡ് നോട്ട് യൂസ് N95 എന്ന് WHO പറയുന്നുണ്ട്. അതുകൊണ്ട് കോട്ടൺ മാസ്ക് മാത്രം ധരിച്ചാൽ മതി എന്നാണ് അവർ പറയുന്നത്. വേണമെങ്കിൽ അതൊന്ന് നന്നായിട്ട് വരിഞ്ഞ് മുറുക്കിക്കൊള്ളൂ, അല്ലെങ്കിൽ അത് വളരെ ശുചിയായിട്ട് സൂക്ഷിക്കണം, അതിന് ചില നിഷ്ഠകളുണ്ടാകണം. നമ്മൾ പറഞ്ഞില്ല, നമ്മളൊരു ആരാധനാ വസ്തുവിനെ പോലെ നമ്മൾ അതിനെ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. അത് പറയുന്നത് ശരിയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊള്യൂട്ടഡ് ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ആ പൊല്യൂഷനിൽ നിന്ന് നമ്മളിപ്പോൾ കുറേ സമയം ഇങ്ങനെ ഈ ധരിച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേക്ക്, ഇപ്പോൾ നമ്മളിപ്പോൾ ശ്വാസോച്ഛ്വാസം ചെയ്ത് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മൂക്കിലൂടെയും വായിലൂടെയും വരുന്ന ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഉച്ഛ്വസിക്കാനും തള്ളിക്കളയാനും പറ്റും. ഇതങ്ങനെയല്ലേ, നമ്മൾ മൂടിക്കെട്ടിയിരിക്കുകയാണ് എന്ന് വരുമ്പോഴത്തേക്ക് ഈ വരുന്ന പൊടിയും എല്ലാം വന്ന് ഇവിടെ വന്നങ്ങ് അടിയുകയാണ് ചെയ്യുന്നത്. മറ്റതല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകുകയോ നമ്മൾ മുഖം തുടച്ച് മാറ്റുകയോ അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് പതുക്കെ ഈ പറ്റിയിരിക്കുന്ന കാറ്റത്തോ ഇതൊക്കെ പറന്നു പോകും. ഇതാകുമ്പോഴത്തേക്ക് അങ്ങനെയല്ല, ഇതെല്ലാം കൂടെ അടിഞ്ഞു കൂടുകയാണ് ചെയ്യുന്നത്. അടിഞ്ഞു കൂടുമ്പോഴത്തേക്ക് അത് റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് പരിചരിക്കാനായിട്ട് അതിൻ്റേതായിട്ട് രീതികളുണ്ട്. അത് വീണ്ടും ഉപയോഗിക്കണമെങ്കിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാകാത്തത്, നിങ്ങൾ ഈ 6 feet എന്നും പറഞ്ഞ് അളന്നു മുറിച്ച് നിങ്ങളൊരു കഥ പറഞ്ഞു ആദ്യം CDC. അപ്പോൾ 6 feet അകലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പകരില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സമസ്താപരാധങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് CDC പറയാണ്, നമ്മൾ തെറ്റായിട്ടുള്ളൊരു വിവരം നൽകി, അതിൽ ക്ഷമിക്കണം. അതായത് 6 അടി അകലെ നിന്നാലും ഇതിൻ്റെ അണുക്കൾ വായുവിൽ കൂടി പകരും എന്ന് തെറ്റായൊരു ഗൈഡൻസ് ഞങ്ങൾ നൽകി. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ തെറ്റായ ഗൈഡൻസ് നൽകുന്നത്?
ലോകം മുഴുവനും നിങ്ങളൊക്കെ പറയുന്നത് പോലെ ഒരു മഹാവ്യാധിയുടെ വിഭ്രമത്തിലും പരവശതയിലും അങ്ങനെ ജീവിക്കാതെയും മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദിവസം ഓരോരോ കണ്ടുപിടുത്തങ്ങൾ പുറത്തേക്ക് ഇറക്കുകയാണ്. അപ്പോൾ അതിലൊന്ന് പറയാണ് ഇത് വായുവിൽ കൂടെ പകരുമെന്ന്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് പറഞ്ഞു അത് നമ്മൾ തെറ്റായിട്ട് പറഞ്ഞതാണ്, നമ്മൾ തമാശയ്ക്ക് പറഞ്ഞതാണ്. CDCയുടെ ആധികാരികത ഇതാണ് എന്ന് ഡോക്ടർ അഷീൽ മനസ്സിലാക്കണം. മിച്ചിഗൻ യൂണിവേഴ്സിറ്റിയുടെ ആധികാരികത ഇതാണ് എന്ന് ഡോക്ടർ അഷീൽ മനസ്സിലാക്കണം. അവർക്ക് ആധികാരികത ഉണ്ടോ എന്നൊരു പക്ഷേ എനിക്കറിഞ്ഞുകൂടാ. നിങ്ങളങ്ങനെ വിശ്വസിക്കുന്നുണ്ടെന്ന് അറിഞ്ഞില്ല. നിങ്ങളൊരു ശുദ്ധ കച്ചവടക്കാരൻ മാത്രമാണെന്നുണ്ടെങ്കിൽ അവരുടെ ആധികാരികത നിങ്ങളുടെ പ്രശ്നമല്ല. നിങ്ങൾ എത്ര ടെസ്റ്റ് കിറ്റ് ഇവിടെ വിറ്റഴിക്കുന്നു എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ പ്രശ്നം. അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ പക്ഷേ നിങ്ങളതിൻ്റെ ഒരു ഭക്തൻ എന്നുള്ള നിലയിലാണ് പലപ്പോഴും അവിടെ പറയുന്ന കാര്യങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്നത്. അപ്പോൾ കേരളത്തിൽ അതൊരു വ്യത്യസ്തമായൊരു സാഹചര്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി വ്യത്യസ്തമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ കൂട്ടം കൂടൽ അമേരിക്കയിലെ കൂട്ടം കൂടലിൽ നിന്ന് വ്യത്യസ്തമാണ്. എല്ലാ കൂട്ടം കൂടലുകൾക്കും അതിൻ്റേതായ ശൈലികളുണ്ട്. ആ ശൈലി പറഞ്ഞില്ലേ, ഈ കൂട്ടം കൂടലുകളിൽ എല്ലാറ്റിൽ നിന്നും രോഗവ്യാപനം ഉണ്ടാകുമെന്നും ഇങ്ങനെ 6 അടി എന്ന് പറഞ്ഞ് അളന്നളന്ന് മുറിച്ച് ആളുകളങ്ങനെ പരസ്പരം നിൽക്കുന്നൊരവസ്ഥ എന്ന് പറയുന്നത് അപഹാസ്യമാണെന്നും നമുക്കറിയാം. അങ്ങനെയല്ല. അപ്പോൾ ഇത്തരം കൂട്ടം കൂടലുകളിൽ നിന്ന് ഇതുണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെപ്പറ്റി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വ്യക്തതയില്ല. അതിന് വേണമെന്നുണ്ടെങ്കിൽ പറയില്ലേ, സബ്സ്റ്റാൻഷ്യൽ പ്രൂഫ് വേണം. അതായത് ഒരു എംപിരിക്കലായിട്ടുള്ള നമ്മൾ എത്ര കൂട്ടം കൂടലുകൾ നടത്തി. ആ കൂട്ടം കൂടലുകളിൽ ഇപ്പോൾ പറഞ്ഞ കണ്ണൂർ തന്നെ നമ്മൾ പറഞ്ഞില്ലേ ഏറ്റവും വലിയ ഉത്സവം നടന്നത് പിണറായിയിലാണ്. ഇപ്പോൾ പിണറായിയിൽ എത്രത്തോളം വ്യാപനം ഉണ്ടായി? പിണറായിലൊരു സാമ്പിൾ ടെസ്റ്റ് നമ്മൾ നടത്തി നോക്കുക, എത്രത്തോളം വ്യാപനം ഉണ്ടായി എന്നുള്ള കാര്യം. അപ്പോൾ അത് നോക്കുമ്പോഴത്തേക്കറിയാം പിണറായി എന്ന് പറയുന്ന ഗ്രാമത്തെ പിടിച്ചു കുലുക്കത്തക്ക തരത്തിൽ തീർച്ചയായിട്ടും ഒരു അതിഭീകരമായൊരു വ്യാപനം ഉണ്ടായിരുന്നിരിക്കണം. ഈ ആളുകൾ കൂട്ടം കൂടുന്നതുകൊണ്ട് വ്യാപനം ഉണ്ടാകണമെങ്കിൽ മാസ്ക് ധരിക്കാനതൊന്നും കാര്യമൊന്നുമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ ഡിസ്റ്റൻസ് വയലേറ്റ് ചെയ്യപ്പെടുമ്പോഴത്തേക്ക് പിന്നെ ആളിങ്ങനെ കൂട്ടം കൂടിയ മുഖത്തോട് മുഖം നോക്കിയിരിക്കുമ്പോഴത്തേക്ക് പിന്നെ അതിനകത്ത് ഈ മാസ്ക് ധരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് നമ്മുടെ ഡ്രോപ്ലെറ്റ്സും നമ്മുടെ വിയർപ്പും നമ്മുടെ ഇതെല്ലാം അടുത്തിരിക്കുന്നതുകൊണ്ട് പുറത്തോട്ട് പോകും. അവിടെ മാസ്ക് ഒരു അലങ്കാരം മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാതെ നിങ്ങൾ മാസ്ക് ധരിക്കുമെന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നിങ്ങൾ മാസ്ക് ധരിച്ചാലും അർത്ഥമില്ല. ഇതിലൊക്കെ അതിൻ്റേതായ അയുക്തികതകളുണ്ട്. ആ അയുക്തികതകളൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഇത് ലോകമാസകലം അംഗീകരിച്ച, ഇപ്പോൾ അവിടെ സീസണൽ ഫ്ലൂ വന്നപ്പോഴത്തേക്ക് അവരംഗീകരിച്ച ഒരു ഏർപ്പാടായതുകൊണ്ട് നമ്മളും അംഗീകരിക്കുന്നു എന്ന് പറയുന്നതും സമ്മതിക്കാം. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പ്രസ് കോൺഫറൻസ് നടത്തുമ്പോൾ ഇത് വായുവിൽ കൂടി പകരും എന്ന് പറയുന്നതിൻ്റെ ആധികാരികതയാണ് ഞാൻ വായിച്ചത്. ഇന്നലെ പറഞ്ഞത് ഇന്ന് CDC തിരുത്തുകയാണ്. അത് അബദ്ധത്തിന് പറഞ്ഞു പോയതാണ് എന്ന് പറയാം. നമ്മളിതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കണ്ടെത്താൻ പറ്റിയില്ല. The WHO who had not seen any new evidence on airborne particles. WHO-ക്ക് ഈ പുതിയൊരു എവിഡൻസ് ഒന്നും ഇതിനെപ്പറ്റി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ വായുവിനെയും ഭയമാണ്. വായുവിൽ കൂടിയും അധിനിവേശമുണ്ടാകും എന്ന് നമ്മുടെ മുഖ്യമന്ത്രി ഭയക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന 2 കാര്യങ്ങളാണ്. അത് അമേരിക്കയിൽ തന്നെ CDCയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് CDC ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലി മറ്റൊരു ഫെഡറൽ ഏജൻസിയെ ഏൽപ്പിച്ച ഒരു തീരുമാനമുണ്ട്. അപ്പോൾ അവിടെ ഒരു CDCയുടെ ആരാധികയായ ശാസ്ത്രജ്ഞ പറഞ്ഞത്, അതായത് ബഹിരാകാശ ഗവേഷണത്തിന് NSA മാറ്റി നിർത്തിയിട്ട് വേറെ ഏതെങ്കിലും ആൾക്കാരെ ഏൽപ്പിക്കുന്നത് പോലെയാണ് ഇത് എന്നൊരു വിമർശനം ഉണ്ടായിട്ടുണ്ട്. ഇവരെ മാറ്റി നിർത്തി കുറേ നേരമെങ്കിലും മാറ്റി നിർത്തി, നിങ്ങളുടെ ഈ തരുന്ന റിപ്പോർട്ടുകൾ ആധികാരികമല്ല എന്ന് പറഞ്ഞു. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ദർ ആർ പീപ്പിൾ, അവിടെ ജനങ്ങളുണ്ട്. ആ ജനങ്ങളിൽ ഈ തരത്തിൽ സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ട്, യുക്തി കൊണ്ട് ചോദ്യം ചെയ്യുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കേരളത്തിൽ ഇന്ത്യയിൽ മാത്രമാണ് മുഖ്യമന്ത്രി പറയുമ്പോൾ നിങ്ങൾ ഈ പറയുന്നതിൽ ഇത്തരം അപക്വതകളില്ലേ എന്ന് ചോദിക്കാൻ ധൈര്യമുള്ള ഒരു ജേർണലിസ്റ്റ് ഇല്ലാത്ത ഒരു വിചിത്രമായ ജീവിത പ്രദേശം എന്ന് പറയുന്നത് കേരളം മാത്രമാണ്.
വേറെ എല്ലായിടത്തും ആളുകൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഞാൻ വേറെ ഉദാഹരണം പറയാം. ഇന്ത്യയിൽ തന്നെ ആസാമിൽ ഡോക്ടർ ഫ്യൂക്കൻ എന്ന് പറയുന്ന ഒരു സീനിയർ ന്യൂറോ സർജൻ ചീഫ് ജസ്റ്റിസിന് ഒരു പരാതി നൽകി. CBIക്കും അദ്ദേഹം പരാതി നൽകി, അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞു. എന്താണ് പരാതി? അതായത് ദിസ് ഈസ് എ ഹോക്സ്. ഈ പറയുന്നതിനകത്ത് ശാസ്ത്രീയമായ യാതൊരു കാര്യവുമില്ല. ഈ കൊറോണ വൈറസിനെ സംബന്ധിച്ച് അവർ അവതരിപ്പിക്കുന്ന സിദ്ധാന്തത്തിൽ യാതൊരു ശാസ്ത്രീയമായ തെളിവുകളുമില്ല, അതുകൊണ്ട് അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ അത് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞൊന്നുമില്ല. ഇവിടെ എല്ലാവരും ഭയക്കുന്ന അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യാജപ്രചരണമാണ്, കൊന്നുകളയുന്നതാണ്. കൊന്നുകളഞ്ഞൊന്നുമില്ല. CBI ഒരു അന്വേഷണവും നടത്തിയില്ല. അന്വേഷണം നടത്താനിപ്പോൾ CBI നല്ലൊരു ഏജൻസിയാണെന്ന് നമുക്കറിയാം. എല്ലാറ്റിനും അന്വേഷണം നടത്താൻ പറ്റിയ ഒരേ ഒരു ഏജൻസി CBI ആണെന്ന് എല്ലാവർക്കും അറിയാം. എന്തായാലും അയാൾ ആ ഡോക്ടറുടെ സ്വന്തം നിലയിൽ നിന്നുകൊണ്ട് ഇത് എനിക്ക് അനുഭവപ്പെടുന്ന ഇത്രയും കാലത്തെ ഒരു 10-40 വർഷക്കാലത്തെ എൻ്റെ സേവന അനുഭവത്തിൽ നിന്ന് എനിക്ക് വ്യക്തമാകുന്നത് ഇത് യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ലാത്ത ഒരു പ്രചാരണ സന്നാഹം മാത്രമാണ്. അതുകൊണ്ട് ഇതിൽ കോടതി ഇടപെടണം, ഇത് CBI കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് പറഞ്ഞ് ഒരു ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇന്ത്യയിൽ തന്നെയുള്ള 200ഓളം ഈ പകർച്ചവ്യാധി പഠന വിദഗ്ധരും എക്സ്പേർട്സും റിസർച്ചേഴ്സും ചേർന്ന് കേന്ദ്ര ഗവൺമെൻറ്റിന് പെറ്റിഷൻ കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഡെത്ത് റേറ്റിനെ സംബന്ധിച്ചുള്ള ഒരു 4 വർഷങ്ങളിലെ കണക്ക് പുറത്തു കൊണ്ടുവരണം. മോദി കൊണ്ടുവരുമോ? മോദിയുടെ കയ്യിൽ കണക്കുണ്ടാവുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം കണക്ക് അവിടെ മിച്ചിഗൻ യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ മിസ്സിസ് മുഖോപാധ്യായയുടെ കയ്യിൽ കണക്കുണ്ടാവും. CIA ഫാക്ട് ബുക്കിൽ കണക്കുണ്ടാവും വളരെ കൃത്യമായിട്ട്. നിങ്ങളിപ്പോഴും ഇന്ത്യയിൽ ഡെത്ത് കൗണ്ട്, ഒരു വർഷത്തെ ഡെത്ത് കൗണ്ട് എത്രയാണെന്ന് അറിയണമെന്ന് നോക്കിയാൽ ഇന്ത്യയിലൊന്നും തിരഞ്ഞാൽ കിട്ടില്ല. CIA ഫാക്ട് ബുക്ക് അടിച്ചിട്ട് നോക്കിയിട്ട് അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ CIA ഫാക്ട് ബുക്കിൽ പറയും എത്ര പേര് ഒരു വർഷം ഇന്ത്യയിൽ ഈ ആക്സിഡൻസിലൂടെ മരിക്കുന്നു, മോർബിഡിറ്റി കൊണ്ട് മരിക്കുന്നു. സാധാരണ കഴിഞ്ഞ വർഷങ്ങളിലെ കണക്കെന്താണ്? നമ്മുടെ മോദിയോട് ചോദിച്ചാൽ അദ്ദേഹം സാധു മനുഷ്യനാണ്. അദ്ദേഹം സന്യാസത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. രക്തം ഒരുപാട് കണ്ട് മടുത്ത ആളാണ്. മരണം ഒരുപാട് കണ്ട് കരഞ്ഞ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊന്നും ആലോചിക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് അറിയാവുന്നത് പാട്ട കൊട്ടാനും വിളക്ക് കത്തിക്കാനുമായിരുന്നു. പിന്നെ വാക്സിൻ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വാക്സിൻ്റെ ഒരു ഇടനിലക്കാരൻ എന്നുള്ള നിലയിൽ വാക്സിൻ ജനങ്ങൾക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും, പബ്ലിക് ട്രഷറിയിൽ നിന്ന് അതിന് എത്ര പണം വിനിയോഗിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ആശങ്കകളിലായി കൊണ്ടിരിക്കുന്ന ഒരു സാധു മനുഷ്യനാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി മോദിജി. അപ്പോൾ മോദിജിക്ക് അത് അറിയണമെന്നില്ല, പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിക്ക് അറിയാൻ പറ്റി. എന്താണ് ഇവിടെ ഇങ്ങനെ വായുവിൽ കൂടി പകരും? ഞാൻ ചോദിക്കട്ടെ, ഒരു താങ്കൾ പറഞ്ഞില്ലേ, ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ താങ്കളോടുള്ള ഒരു ബഹുമാനം, പാർട്ടിയിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് പറഞ്ഞില്ലേ, പാർട്ടി പ്രവർത്തകരും നിങ്ങളും തമ്മിലുള്ളൊരു പ്രശ്നമാണ്. അതിനെ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെടുത്തുന്നില്ല. ബ്രിട്ടാസും തോമസ് ഐസക്കും പിണറായി വിജയനും പാർട്ടിയോട് എന്ത് ചെയ്തു എന്നുള്ളത് പാർട്ടിയുടെ ചരിത്രവുമായും പാർട്ടിയുടെ ഹൃദയവുമായും ബന്ധപ്പെട്ട് കിടക്കുന്നൊരു പ്രശ്നമാണ്. അത് പാർട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നൊരു പ്രശ്നമാണ്. അതിൽ ദുഃഖിക്കുന്നവരുണ്ട്. ആ ദുഃഖം ഞാനിവിടെ പറയുന്നില്ല, അതുമായിട്ട് ബന്ധമില്ല. പക്ഷേ കേരളത്തിൻ്റെ ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ കാള പെറ്റു എന്ന് കേൾക്കുന്നതിന് മുമ്പ് കയറെടുക്കുന്ന നിങ്ങളുടെ ഈ നിലപാട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പോൾ മനഃപൂർവ്വം പരിഭ്രാന്തി പരത്താനല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഓവർ കോൺഷ്യസ് ആകണം എന്നുള്ള തരത്തിൽ ഒരു മനഃപൂർവ്വ പരിഭ്രാന്തി പരത്താനല്ല എങ്കിൽ, കിട്ടിയ ഒരു ചെറിയ എവിടെന്നെങ്കിലും ഒരു ചെറിയ ഒരു എയ്ഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ തൂങ്ങിപ്പിടിച്ചുകൊണ്ട് കണ്ടോ ഇനി അങ്ങനെയും വരും, തീവ്ര വ്യാപനമുണ്ടാകും, മരണ റേറ്റ് കൂടിയെന്നിരിക്കും, വാക്സിൻ എടുത്താലും ഡബിൾ മ്യൂട്ടേഷൻ സംഭവിച്ചതാണെങ്കിൽ അത് വാക്സിനെ റെസിസ്റ്റ് ചെയ്തെന്നിരിക്കും. ഈ വാക്സിൻ എടുത്തത് കൊണ്ട് എല്ലാവർക്കും ശാവമോഷം ലഭിക്കണമെന്നില്ല.
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഭയത്തെ മറികടക്കാനുള്ള മനഃശാസ്ത്രപരമായ ഒരു പ്രത്യാശ എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം. ആ പ്രത്യാശ ഒരു മനുഷ്യൻ്റെ ഇമ്മ്യൂണിറ്റി പവറിനെ വർദ്ധിപ്പിക്കും എന്നുള്ളതും രോഗശാസ്ത്രത്തെ സംബന്ധിച്ച് അറിയുന്നവർ അവരോട് ചോദിച്ചു നോക്കൂ, അതും ഒരു യാഥാർത്ഥ്യമാണ്. ആളുകൾക്ക് പ്രത്യാശ ഉണ്ടാക്കി കൊടുത്താൽ അവരുടെ ഹൃദയം ചുരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്ന ഒരു വാർത്ത, ഇനിയും ജീവിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രത്യാശ, അതിനുള്ളൊരു മാർഗമാണ് വാക്സിൻ എന്നുള്ളത് തുറന്നു വന്നു കഴിഞ്ഞാൽ വാക്സിൻ ശാരീരികമായി ഉണ്ടാക്കിയ അസ്വസ്ഥതകളെ പോലും മറികടന്നുകൊണ്ട് നമുക്ക് പ്രയോജനം ചെയ്യുമെന്നിരിക്കും. അതാണ് വാക്സിൻ്റെ പ്രയോജനം. അപ്പോൾ നിങ്ങൾ ഈ തരത്തിൽ ഇത് വായുവിൽ കൂടിയും പ്രചരിക്കും എന്നത്രേ കേൾക്കുന്നത് എന്ന് ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പറഞ്ഞത് യോഗ്യതയായില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളിങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വരുന്ന ആരോപണങ്ങളാണ്. നവംബർ 2020 വരുന്നതാണ് ആരോപണം. CDC ഡയറക്ടർ ഡോക്ടർ റോബർട്ട് റെഡ്ഫീൽഡ് കോംപ്രമൈസ് ദി CDC സയൻറ്റിഫിക് ക്രെഡിബിലിറ്റി ഡ്യൂറിങ് കോവിഡ് പാൻഡമിക് എന്നുള്ളതാണ്. ആൻഡ് ഹിസ് പൊസിഷൻ ഈസ് ഡേഞ്ചറസ്. വളരെ ആപൽക്കരമായൊരു നിലപാടാണ് CDC ഡയറക്ടർ ഡോക്ടർ റോബർട്ട് റെഡ്ഫീൽഡ് ചെയ്തത്. അദ്ദേഹം കോംപ്രമൈസ് ദി CDC സയൻറ്റിഫിക് ക്രെഡിബിലിറ്റി, അതിന് സയൻറ്റിഫിക് ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കൃത്രിമമായിട്ട് സൃഷ്ടിച്ചിരുന്നു, അതുപോലെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു ആരോപണമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിവിടെ ഒന്നും വരുന്നതല്ല. ഇറ്റ് ഈസ് അപ്രൂവ്ഡ്. നോബഡി വുഡ് ക്വസ്റ്റ്യൻ ഇറ്റ്. ആരും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യില്ല. വസ്തുതകളാണ് വയ്ക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ അഷീൽ ഫോളോ ചെയ്യുന്നത്, റീഎക്കോ ചെയ്യുന്നത് അറിഞ്ഞായാലും അറിഞ്ഞില്ലെങ്കിലായാലും, ഇവിടെ ഇപ്പോൾ പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ നാടകം എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ഇനി വരുന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ രോഗവ്യാപനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇനി വരുന്നതാണ് ഏറ്റവും പ്രധാനം. അത് ഇറ്റ് ഈസ് നോട്ട് ആൻ അക്യുസേഷൻ. അത് റോയിട്ടറും AFPയും കൂടെയൊക്കെ പരിശോധിച്ചിട്ട് അവസാനം പറഞ്ഞതാണ് ഇറ്റ് മേ ബി ന്യൂട്രൽ, റിസൾട്ട് ന്യൂട്രലായിരിക്കും എന്നുള്ള കുഴപ്പമേ ഉള്ളൂ എന്നുള്ള. എന്താണ്? COVID-19 test kits contain the virus means that getting tested is a means of being infected. ജൂലൈ 14, 2020 റോയിട്ടേഴ്സ് ഈ പ്രശ്നം ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണ്? CDSനെതിരെ വരുന്ന ഏറ്റവും ഗുരുതരമായ ആരോപണം എന്താണ്? COVID-19 ടെസ്റ്റ് കിറ്റ്സ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ ദി വൈറസ് ഉള്ള ടെസ്റ്റ് കിറ്റ്സ് അവർ വിതരണം ചെയ്തു. മീൻസ് ദാറ്റ് ഗെറ്റിംഗ് ടെസ്റ്റഡ് ഈസ് എ മീൻസ് ഓഫ് ബീയിങ് ഇൻഫെക്റ്റഡ്. ഒരു കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റ് കിറ്റാണ് ബഹുമാനപ്പെട്ട പിണറായി വിജയ നിങ്ങൾ വിതരണം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയി നോക്കുന്നുണ്ടോ? ഈ ടെസ്റ്റ് കിറ്റ് അതിൽ നിങ്ങൾ ഈ കൊടുക്കുന്ന ഈ പറഞ്ഞില്ലേ, ഇതിനു വേണ്ടി കൊടുക്കുന്ന ഉപകരണങ്ങൾ എന്തൊക്കെയാണ്, സംവിധാനങ്ങൾ എന്തൊക്കെയാണ്, ടെസ്റ്റ് കിറ്റിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് പറയുന്നത്, അതൊരു ഇൻഫെക്റ്റഡ്, അതായത് ഇഫ് ഇറ്റ്സ് കണ്ടെയ്ൻ ദി വൈറസ്, ടെസ്റ്റ് കിറ്റിനുള്ളിൽ വൈറസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ആർക്ക് നോക്കിയാലും, പിണറായി വിജയൻ നോക്കിയാലും ഇൻഫെക്ഷൻ ഉണ്ടാകും. ആർക്കും ഇൻഫെക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഇൻഫെക്ഷൻ പോസിറ്റിവിറ്റി റേറ്റ് വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ യുവർ ടെസ്റ്റ് കിറ്റ് ഈസ് നോട്ട് കണ്ടാമിനേറ്റഡ് എന്ന് നിങ്ങൾ ആദ്യം ഉറപ്പുവരുത്തണം. യുവർ സാമ്പിൾ ഈസ് നോട്ട് കണ്ടാമിനേറ്റഡ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു സാമ്പിൾ കൊടുക്കുമ്പോൾ നിങ്ങളൊരു വൈറൽ RNA ആണ് നിങ്ങൾ ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കൊറോണയുടെ RNA ആണ് നിങ്ങൾ ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒരുപാട് ഹ്യൂമൻ RNA അതിനകത്തുണ്ടാകും, മറ്റുള്ള വൈറസുകളുടെ RNA അതിനകത്തുണ്ടാകും. ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ ഈ ലബോറട്ടറി വിദഗ്ധന്മാർ ഈ വൈറൽ RNA, കൊറോണയുടെ വൈറൽ RNA മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതാണ് പ്രശ്നം. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞില്ലേ, ആഫ്രിക്കയിൽ നിന്ന് വന്നവരുണ്ട്,
ഡബിൾ മ്യൂട്ടേഷൻ സംഭവിച്ചവരുണ്ട്, അങ്ങനെയുള്ള പല സംഭവങ്ങളും ഉണ്ടെന്ന് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ RNA വ്യത്യസ്തമായിരിക്കും. നമ്മൾ ഈ ഒരു RNA സ്ട്രാൻഡിനെയാണ് നമ്മൾ RT-PCR വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ആ RNA സ്ട്രാൻഡിനെ നിങ്ങൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഒരുപാട് വകഭേദങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഈ ഡബിൾ മ്യൂട്ടേഷൻ സംഭവിച്ചതിൻ്റെ RNA ആണെന്ന് നിങ്ങൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? അതിലൊക്കെ പ്രശ്നമുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ കണക്കുകൾ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ ഈ ലോകത്തെ മുഴുവൻ കൊറോണ വൈറസിനെ നിയന്ത്രിക്കുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന CDC അവർ കൊടുത്ത ടെസ്റ്റ് കിറ്റ് അതിന് ഉള്ളിൽ വൈറസ് ഉണ്ടായിരുന്നുവെന്നും ഇത് റോയിട്ടറിൻ്റെ റിപ്പോർട്ടാണ്. റോയിട്ടർ ഇതിനെ കോൺട്രഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ദി ആർട്ടിക്കിൾ റിപ്പോർട്ടഡ് ഓൺ എ ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ വിച്ച് ഫൗണ്ട് that during initial production of COVID-19 tests, the CDC failed to follow protocol. CDC failed to follow protocol. നമ്മൾ ഇവിടെ ടെസ്റ്റ് കിറ്റ് വാങ്ങുകയും കൊടുക്കുകയും ടെസ്റ്റ് ചെയ്യാൻ പലരെയും അധികാരപ്പെടുത്തുമ്പോൾ നമ്മൾ അതിൻ്റെ പ്രോട്ടോക്കോൾ ഫോളോ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞില്ലേ, നമ്മൾ മനുഷ്യജീവികൾ പുറത്തിറങ്ങരുത്, പ്രോട്ടോക്കോൾ വയലേറ്റ് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന ടെസ്റ്റ് കിറ്റ് കൊടുക്കുമ്പോൾ, നിങ്ങൾ സാമ്പിൾ കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രോട്ടോക്കോൾ പാലിക്കുന്നുണ്ടോ? അവിടെ ഒരു ഫെഡറൽ ഏജൻസി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് കൊടുത്ത റിപ്പോർട്ടാണ്. അത് ഇനീഷ്യൽ സ്റ്റേജിൽ അങ്ങനെയാണ്, അതിന് ശേഷം അങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനീഷ്യൽ സ്റ്റേജിൽ അങ്ങനെയായിരുന്നു. ദേ ഫെയിൽ ടു കൺഫോം ടു ദി പ്രോട്ടോക്കോൾ. അതിനൊരു പ്രോട്ടോക്കോളുണ്ട്. ആ പ്രോട്ടോക്കോളുമായിട്ട് കൺഫോം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. ഓൺ ദാറ്റ് ഡ്യൂറിങ് ദി ഇനിഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് COVID-19 ടെസ്റ്റ് ആദ്യമായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പുറത്തിറക്കുകയാണ്. അപ്പോൾ ആ ഇനീഷ്യൽ പ്രൊഡക്ഷൻ്റെ ദി CDC ഫെയിൽ ടു ഫോളോ പ്രോട്ടോക്കോൾ ആൻഡ് കണ്ടാമിനേറ്റഡ് എ ബാച്ച് ഓഫ് ടെസ്റ്റ് മേക്കിംഗ് ദം വെർച്വലി ഇൻഎഫക്റ്റീവ്. ആൻഡ് കണ്ടാമിനേറ്റഡ് എ ബാച്ച് ഓഫ് ടെസ്റ്റ്. ഒരു ബാച്ച് ഓഫ് ടെസ്റ്റ് കണ്ടാമിനേറ്റഡ് ആയിരുന്നു. കണ്ടാമിനേറ്റഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ് ഒരു വിമർശനം വരുന്നത്. അത് ഇൻഫെക്ഷൻ ഉണ്ടാകുമോ ഇല്ല എന്നുള്ളതല്ല. ഇൻഫെക്ഷൻ ഉണ്ടായാലും ഇല്ലെങ്കിൽ ഇവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകും. കണ്ടാമിനേറ്റ് ആയാലും അല്ലെങ്കിൽ ഇവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകും. അതാണ് കേരളത്തിൻ്റെ സവിശേഷത. നിങ്ങൾ ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് എന്നും പറഞ്ഞ് ദിവസവും ഇതൊക്കെ പൊക്കി കാണിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് ഇങ്ങനെയുള്ള സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള വസ്തുതയാണ്. അതൊന്നും പരിഗണിക്കാതെ എന്തും വിളിച്ചു പറയുക എന്ന് പറയുന്നത് ശരിയായൊരു കാര്യമല്ല. അപ്പോൾ അത് അവിടെ തന്നെ അവർ പറഞ്ഞതാണ്. പക്ഷേ ഇറ്റ് വുഡ് മേക്ക് ഇറ്റ് ഇൻഇഫക്റ്റീവ്. അവർ കുറച്ചുകൂടെ സിമ്പതറ്റിക് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. ഇങ്ങനെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു കിറ്റാണ് നിങ്ങൾക്ക് കൊടുക്കുന്നത്, അതിനകത്ത് വൈറസ് ഉണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നതിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ടെസ്റ്റ് ഇൻഎഫക്റ്റീവ് ആയിത്തീരും. ആർട്സ് ടെക്നിക്ക ഡിഡ് നോട്ട് സ്പ്രെഡ് ദി വൈറസ് ടു ദി പീപ്പിൾ ബട്ട് ഇറ്റ് മെയ്ഡ് റിസൾട്ട്സ് അൺഇൻ്റർപ്രിറ്റബിൾ. അതായത് അങ്ങനെയുള്ളത് റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയാത്ത തരത്തിലായി പോകുന്നു. The contamination of tests most likely occurred in the CDC's respiratory virus diagnostic table. CDCയുടെ റെസ്പിറേറ്ററി വൈറസ് ഡയഗ്നോസ്റ്റിക് ടേബിൾ ഉണ്ട്. അതായത് റെസ്പിറേറ്ററി വൈറസിനെ ഡയഗ്നോസ് ചെയ്യുന്നൊരു ടേബിളുണ്ട്. അവിടെ വെച്ചായിരിക്കും സ്വാഭാവികമായിട്ടും ഈ കണ്ടാമിനേഷൻ സംഭവിച്ചത് എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് വരുന്നത് ഇന്നലെയും പറഞ്ഞതിനെ പറ്റിയാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റിനെ കുറിച്ചാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞത് തന്നെ ആയിരിക്കണമെന്നില്ല. അതിനകത്ത് വേറെ ഒരുപാട് സങ്കീർണതകളുണ്ട്. അത് പറഞ്ഞ് ജനങ്ങളെ ഭയപ്പെടുത്തരുത്. ഇത്രയും പേർക്ക് 32,000 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ CDCയിൽ അവരുടെ റെസ്പിറേറ്ററി വൈറസ് ഡയഗ്നോസ്റ്റിക് ടേബിളിൽ ഉണ്ടായിരുന്ന ഒരു ഇൻഫെക്ഷൻ, ആ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ആ കണ്ടാമിനേഷൻ അത് ടെസ്റ്റ് കിറ്റിൽ ഉണ്ടായിരുന്നുവെന്നും അത് നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാക്കിയെന്നും അത് ഉപദ്രവങ്ങളുണ്ടാക്കിയെന്നും ഒരിക്കലും രോഗനിർണയം നടത്താനാത്തൊരവസ്ഥയിലേക്ക്
അത് രോഗനിർണയം നടത്താനും ഉള്ളൊരു സഹായം എന്ന നിലയിലാണ് ഇത് ചെയ്യുന്നത്. ഇത് പ്രതികൂലമായി തീർന്നു എന്നുള്ളത് ഇറ്റ് ഈസ് എ CDC എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ വേറൊരു കേസും കൂടെ ഉണ്ട്. വേറെ ഒന്നും കേസുമല്ല. ബ്രിട്ടനിൽ ജോലി ചെയ്യുന്ന ഒരു പാകിസ്ഥാനി ഡോക്ടർ, അദ്ദേഹത്തിന് 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ ശുദ്ധാസംബന്ധമാണ്. ഞാൻ എൻ്റെ ലാബ് എക്സ്പീരിയൻസ് വെച്ച് പറയുമ്പോൾ, ഞാൻ നിങ്ങൾ നടത്തുന്ന ടെസ്റ്റുകളെ പറ്റി പറയുമ്പോൾ ഇതത്രയും അസംബന്ധമാണ്. പാകിസ്ഥാനിയാണ്, അദ്ദേഹം വർക്ക് ചെയ്യുന്നത് ലണ്ടനിലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെനിക്ക് അംഗീകരിക്കാൻ ഒക്കില്ല. അതായത് ഇത് കൊറോണ എന്നുള്ളത് ജനങ്ങളുടെ മേൽ ഭരണകൂടത്തിന് നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടി കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു ഉപാധിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാനി ഡോക്ടർ. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. പിരിച്ചുവിടാൻ നിയമമില്ലാത്തതുകൊണ്ട്, അത്രയും 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ ആയതുകൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ ഇവിടെ വിസ്തരിക്കുമ്പോൾ എനിക്ക് ഇത് പറയേണ്ടി വരുന്നത്, പറയേണ്ടത് പറയാതിരിക്കാൻ പറ്റുകയില്ല. ഇതിൽ വസ്തുക്കൾ പറഞ്ഞില്ലേ, ഇവിടെ വരുന്ന പറഞ്ഞില്ലേ, ഒരു ബ്യൂട്ടി പാർലർ ഷേണായിയോ വേറെ ഏതെങ്കിലും ആളിലൊക്കെയാണ് വന്ന് ഇതിനെപ്പറ്റിയൊക്കെ അഭിപ്രായം പറയുന്നത്. വല്ലതുമൊക്കെ പഠിക്കാൻ പറയണം. നമ്മുടെ ജീവൻ അപകടത്തിലാണ്, നമ്മുടെ സമൂഹം വലിയൊരു ദുരന്തത്തിലാണ്, മനുഷ്യന് സ്വാസ്ഥ്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് കുറേ പേർക്ക് സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മുഖം മൂടി ഒന്നിങ്ങനെ താഴോട്ട് വലിച്ച് നീക്കിയിട്ട് ഇത്രയും പേർക്ക് രോഗം സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞ് എളുപ്പത്തിൽ അങ്ങ് പോകാം. ഇത്രയും വകഭേദങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു, ഇന്ന ജില്ലകളിൽ ഇന്ന വകഭേദങ്ങളാണുള്ളത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നിങ്ങളുടെ ടെസ്റ്റ് കിറ്റ്, നിങ്ങൾ പർച്ചേസ് ചെയ്ത ടെസ്റ്റ് കിറ്റ് പ്രോപ്പറാണോ? ഈസ് ഇറ്റ് ഇൻഫെക്റ്റഡ്? ഈസ് ഇറ്റ് കണ്ടാമിനേറ്റഡ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങൾ ഒരു ഗവൺമെൻറ് സർവൈലൻസിലൂടെ ഓരോ ടെസ്റ്റ് കിറ്റും കണ്ടാമിനേറ്റഡ് അല്ല എന്നും ഓരോ സാമ്പിളും കണ്ടാമിനേറ്റഡ് അല്ല എന്നും നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ കഴിയണം. അതെങ്കിലും ചെയ്യാൻ കഴിയാത്ത നിങ്ങൾ ഈ തരത്തിൽ ഈ കാണുന്ന പറഞ്ഞില്ലേ, നമ്മുടെ ഡോക്ടർമാർ പറയുന്നു, അവർ സൈകിട്ട് പറഞ്ഞു, വി ആർ ഇൻ ഒപ്പേക്ക്. അതായത് നമ്മുടെ ഒരു ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന ഒരവസ്ഥയിലല്ല, വി ആർ ഇൻ ആൻ ഒപ്പേക്ക് കണ്ടീഷൻ. അതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല, നമുക്ക് ഒരു കാര്യം തീരെ മനസ്സിലാകുന്നില്ല. 60,000 പേർക്ക് തന്നെ ഒരു PCR ടെസ്റ്റ് നടത്താൻ വേണ്ടിയുള്ള സംവിധാനം ഇവിടെ ഇല്ല. 60,000 ടെസ്റ്റ് കിറ്റ്, അത് അൺഇൻഫെക്റ്റഡ് ആണോ, അതിനുള്ളിൽ വൈറസ് ഉണ്ടോ ഇല്ലയോ എന്ന് തീർച്ചപ്പെടുത്താനുള്ള സംവിധാനം ഇവിടെ ഉണ്ടോ? നിങ്ങളൊരു ഇൻഫെക്റ്റഡ് ടെസ്റ്റ് കിറ്റ് കൊണ്ട്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഉപയോഗിച്ച ഒരു ടെസ്റ്റ് കിറ്റിൻ്റെ ബാക്കി കൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ എവിടെയെങ്കിലും എടുത്തു വെച്ച് ഒരു ടെസ്റ്റ് നടത്തിയിട്ട് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് നിശ്ചയിക്കുകയും, ടെസ്റ്റ് പോസിറ്റിവിറ്റി അല്ലാതെ ഞാൻ ഇന്നലെ പറഞ്ഞതാണ് രോഗസ്ഥിരീകരണത്തിൻ്റെ മാനദണ്ഡം, എന്നിട്ട് രോഗം സ്ഥിരീകരിക്കുകയും ഇത്രയും രോഗികൾ ഉണ്ടാകുകയും ചെയ്ത് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിയുന്നത്ര ആൾക്കാരെ ടെസ്റ്റിന് വിധേയമാക്കാമോ എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നമാണ്. അസിംറ്റമാറ്റിക് ആയിട്ടുള്ള ആൾക്കാരെ ഈ ഒരു ശിക്ഷയ്ക്ക് വിധേയമാക്കി ഈ എണ്ണപ്പെരുപ്പം കാണിക്കണേ. എന്തായാലും ഇത്രയും ടെസ്റ്റ് കിറ്റുകൾ വിറ്റഴിക്കണം. ടെസ്റ്റ് കിറ്റുകൾ വിറ്റഴിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ കുടുംബത്തിലെ 2-3 പേർക്ക് 10-15 ടെസ്റ്റുകൾ വിധം നടത്തിയാൽ പോരെ? നാട്ടുകാരെ എന്തിനു ഉപദ്രവിക്കണം? ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഞാനിത് ഇന്നിപ്പോൾ അവസാനിപ്പിക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പണ്ട് വിജയമാഷ് മരിക്കുന്ന സമയത്ത് പറഞ്ഞില്ല, ഈ പറയുമ്പോഴത്തേക്ക് ഭയപ്പെടുത്തുന്നുണ്ട്, ചിരി വരും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളാരും ഇതിൻ്റെ ഒരു തരി പോലും പുറത്ത് പ്രചരിപ്പിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ സുരക്ഷിതരാണ്. നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ടെസ്റ്റ് കിറ്റ്സ് തന്നെ കൊടുക്കും, കൂടുതൽ പേരെ ഇൻഫെക്റ്റഡ് ആക്കും, വിവിധ ഇനം ഇൻഫെക്ഷൻസ് ഉണ്ടാക്കും. അത് നമ്മുടേതായ ഒരു കഴിവാണ്. അതാണ് നമ്മുടെ പ്ലാനിങ്. നല്ല പ്ലാനിങ് ഉണ്ട്. ഇവിടെ ഒരിക്കലും ഓക്സിജൻ ദൗർലഭ്യം വരില്ല.
വന്നാൽ തന്നെ നമ്മൾ പരിഹരിക്കും. അതുകൊണ്ട് നമ്മൾ പറഞ്ഞില്ലേ, ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ടിലേക്ക് പണം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, കൃത്രിമ ക്ഷാമം ഉണ്ടാക്കുന്ന കരിഞ്ചന്തക്കാരനെ പറ്റിയും കള്ളക്കച്ചവടക്കാരനെ പറ്റിയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ടെസ്റ്റ് കിറ്റുകൾ വാങ്ങിക്കൂട്ടി അതിൻ്റെ കൺസൾട്ടൻസി ഫീ വാങ്ങി അതിൻ്റെ ലാഭം കൈപ്പറ്റാൻ വേണ്ടി കൃത്രിമമായിട്ട് രോഗം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഭരണാധികാരി, കൃത്രിമമായിട്ട് ക്ഷാമം ഉൽപ്പാദിപ്പിക്കുന്ന കരിഞ്ചന്തക്കാരനെയും ഈ പൂഴ്ത്തിവയ്പ്പുകാരനേക്കാളും യോഗ്യനാണ് എന്നെനിക്കും നിങ്ങൾക്കും പറയാനാവില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഒരു പണ്ട് മാഷിനെ ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയ ഒരു കവിത, അതിൻ്റെ ഒരു ഭാഗം വായിച്ചിട്ട് ഇത് അവസാനിപ്പിക്കാം. രാമനിലയത്തെ പ്രാതൽ മേശയിൽ അവയവ വ്യാപാരിയും അബ്കാരിയും തിന്നു ചീർത്ത ചുവപ്പ് കൊടിയുടെ അവശിഷ്ടങ്ങൾ. രാമനിലയത്തിലെ പ്രാതൽ മേശയിൽ അവയവ വ്യാപാരിയും അബ്കാരിയും തിന്നു തീർത്ത ചുവപ്പ് കൊടിയുടെ അവശിഷ്ടങ്ങൾ. മലബാർ ക്യാൻസർ സെൻ്ററിൽ വാഗ്ദത്ത ചികിത്സയുടെ ചോരയൊലിക്കുന്ന ഭ്രൂണത്തിനു ചുറ്റും രോഗബീജങ്ങൾ തടിച്ചുകൂടുന്നു. എയ്ഡ്സും അർബുദവും നിറച്ച ജനകീയാസൂത്രണ നിധികുംഭങ്ങളുമായി ഒരു ചാരവിമാനം ധനകാര്യ മന്ത്രാലയത്തിൽ പറന്നു ചെല്ലുന്നു. കാഴ്ചയുടെ നിശിതമായ വനനീലിമയിൽ, കാഴ്ചയുടെ നിശിതമായ വനനീലിമയിൽ ശബ്ദവും പ്രകാശവും വഴിയുന്ന കൃഷ്ണമണികളിൽ സമയമഴ തളിർത്തു പെയ്യുമ്പോൾ ഹൃദയത്തിൻ്റെ ഘടികാരസൂചികൾ സൂര്യപ്രകാശത്തിൽ തിളയ്ക്കുമ്പോൾ ഒരു നല്ല കലാലയ അധ്യാപകൻ മരണത്തിൻ്റെ ഒറ്റപ്പെട്ട ഉയരങ്ങളിൽ മരണത്തിലേക്ക് ചായുന്ന മലമടക്കുകളിൽ, മരണാനന്തരത്തിൻ്റെ സമുദ്രഗർഭങ്ങളിൽ ജ്ഞാനസ്നാനപ്പെടുന്നു. പ്രജ്ഞയുടെ മരക്കൊമ്പുകളിൽ നിന്ന് അസ്തമയത്തിൻ്റെ കിളികൾ പറന്നുപോകുമ്പോൾ ജീവൻ മുക്തിയുടെ നിലാവെളിച്ചത്തിൽ പ്രകോപനപരമായ പ്രവചനത്തിൻ്റെ അർത്ഥനിമീലിതമായ മന്ദഹാസം. ഭയം ശത്രുവിൻ്റെ അവസാനത്തെ ആയുധമാണ്. എന്നതിനാൽ രക്തപാനത്തിൻ്റെ ഭീകര ദൃശ്യങ്ങൾ ഇനിയും അവൻ ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഓർമ്മയും ചരിത്രവും ചുവന്ന കൊടിയുടെ സ്വപ്നങ്ങളും തിന്നു തീർക്കുന്ന ഒറ്റുകാരൻ കൊന്നുകളയുമെന്ന ഭീഷണി ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഓർമ്മകളും ചരിത്രവും ചുവന്ന കൊടിയുടെ സ്വപ്നങ്ങളും തിന്നു തീർക്കുന്ന ഒറ്റുകാരൻ കൊന്നുകളയുമെന്ന ഭീഷണി ആവർത്തിച്ചു കൊണ്ടിരിക്കും. കൊല്ലപ്പെടുമെന്ന ഭയത്തെ വാത്സല്യത്തോടെ സ്വീകരിക്കുക. പറയേണ്ടത് പറഞ്ഞാലും പറയാതിരുന്നാലും കൊല്ലപ്പെടുമെന്നുറപ്പുള്ളതുകൊണ്ട് പറയുക, പറയാൻ ധൈര്യപ്പെടുക. പറയേണ്ടത് പറഞ്ഞാലും പറയാതിരുന്നാലും കൊല്ലപ്പെടുമെന്നുറപ്പുള്ളതുകൊണ്ട് പറയുക, പറയാൻ ധൈര്യപ്പെടുക. തൂമ്പയെന്ന് വിളിക്കാൻ ഒരു നാവ്, ചാരനെ ചാരനെന്ന് വിളിക്കാൻ, തസ്കരനെ തസ്കരനെന്ന് വിളിക്കാൻ ധൈര്യപ്പെടുന്ന ഒരു നാവ്. ധൈര്യപ്പെടുക. ഭയനാടകത്തിൻ്റെ നടുവിൽ ഒരു തീനാളം പോലെ നിറഞ്ഞു കത്തുക. ഭയനാടകത്തിൻ്റെ നടുവിൽ ഒരു തീനാളം പോലെ നിറഞ്ഞു കത്തുക. ഭയനാടകത്തിൻ്റെ നടുവിൽ വാക്കുകളുടെ സാക്ഷിയായി വെളിച്ചമായി പൊട്ടിത്തെറിക്കുക. വാക്കുകൾ നീതിമാന്റെ രക്തമാണ് എന്നതിനാൽ നെഞ്ചിൽ വാക്കുകളുടെ കൊടിമരമുയർത്തുക.
വാക്കുകൾ നീതിമാന്റെ രക്തമാണ് എന്നതിനാൽ നെഞ്ചിൽ വാക്കുകളുടെ കൊടിമരമുയർത്തുക. പ്രകാശത്തിൻ്റെ കടലിളക്കങ്ങൾക്ക് നടുവിലൂടെ മേഘങ്ങളുടെ ഇടയഗീതങ്ങളെ തെളിച്ചുകൊണ്ട് ഒരു നല്ല കലാലയ അധ്യാപകൻ നീതിമാന്റെ വാക്കുകളായി നക്ഷത്രങ്ങളായി ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പറന്നിറങ്ങുന്നു. സ്നേഹത്തിൻ്റെ നയനജലം കൊണ്ട് ബലിരക്തം കൊണ്ട് അവൻ വാക്കുകളുടെ ഉർവരതയെ നനയ്ക്കുന്നു. സ്നേഹത്തിൻ്റെ നയനജലം കൊണ്ട് ബലിരക്തം കൊണ്ട് അവൻ വാക്കുകളുടെ ഉർവരതയെ നനയ്ക്കുന്നു. അപ്പോഴും ഒരു കൊട്ടേഷൻ ഗൂണ്ട വേദപുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നു.